നമസ്കാരം. 3 പേരെയും പരിചയപ്പെടുത്തി കഴിഞ്ഞപ്പോൾ നിങ്ങൾ തന്നെ വിചാരിക്കുന്നുണ്ടാവും 3 പേരും 3 വിരുദ്ധ അല്ല 3 പേരും 3 അല്ല വിരുദ്ധ ചേരികളിൽ നിൽക്കുന്ന ആൾക്കാരാണല്ലോ എന്നുള്ളത്. എന്താണ് ഞങ്ങളെ 3 പേരെയും ഒരുമിപ്പിക്കുന്നതെന്നത് ഈ ഒരു സെഷന് വേണ്ടി വിളിച്ചപ്പോൾ തൊട്ട് ഞാനും ആലോചിക്കുന്നുണ്ട്. ഒടുവിൽ ആ ഒരു ചോദ്യത്തിന് ഉത്തരം കിട്ടിയത് യാത്ര എന്ന് പറയുന്ന ഒരു പോയിന്റിലേക്കാണ്. യാത്രയുടെ കാര്യത്തിലാണ് ഞങ്ങൾ 3 പേരും ഒരുമിക്കുന്നത്. സുരേഷ് രുചി തേടിയുള്ള യാത്രയാണെങ്കിൽ ഞാൻ എല്ലാ തരത്തിലുള്ള യാത്രയും ചെയ്യുന്നുണ്ട്. ഗായത്രിയാണെങ്കിൽ ഗായത്രിയുടെ ഏറ്റവും പുതിയ പുസ്തകം യാത്രയ്ക്ക് അപ്പുറം എന്ന് തന്നെയാണ് ആ പുസ്തകത്തിൻ്റെ പേര്. അങ്ങനെ മൊത്തത്തിൽ യാത്രയാണ് ഞങ്ങൾ ഒരുമിപ്പിക്കുന്ന ഘടകം. അതുപോലെ തന്നെ മോഡറേറ്ററായിട്ട് ഞാൻ ജീവിതത്തിൽ ആദ്യമായിട്ടാണ് ഞാൻ ഒരു പരിപാടിയുടെ മോഡറേറ്ററായിട്ടിരിക്കുന്നത്. അപ്പോൾ എന്താണ് ഞാനിവിടെ ചെയ്യേണ്ടതെന്നുള്ളതിനെപ്പറ്റി ഞങ്ങൾ തമ്മിൽ സംസാരിച്ചപ്പോൾ പ്രത്യേകിച്ച് എനിക്ക് മോഡറേറ്റ് ചെയ്യാനൊന്നുമില്ല. ഞങ്ങളിരുന്ന് സംസാരിക്കാൻ പോവാണ്. കൊച്ചു വർത്തമാനം പറയാം, അതിൽ നിന്ന് എന്തെങ്കിലും പ്രയോജനമുള്ള കാര്യങ്ങൾ വരും എന്നാണ് ഞാൻ വിചാരിക്കുന്നത്. കാരണം സംസാരത്തിൻ്റെ കാര്യത്തിൽ 3 പേരും മോശമല്ല എന്നാണ് തോന്നിയിരിക്കുന്നത്. എങ്കിൽ പോലും നമുക്ക് തുടക്കം സുരേഷിൽ നിന്നാകാം. സുരേഷ് ഞാനുമായിട്ട് നേരത്തെ തന്നെ പരിചയമുണ്ട്. ഗായത്രിയെ ഞാൻ അടുത്താണ് പരിചയപ്പെട്ടത്. അപ്പോൾ സുരേഷിൻ്റെ കുറേ കാര്യങ്ങൾ ഞാൻ എൻ്റെ ചാനലിലും ഇൻ്റർവ്യൂവിലൊക്കെ കൊണ്ടുവന്നിട്ടുണ്ട്. അതുകൊണ്ട് സുരേഷിൽ നിന്ന് ഞാൻ തുടങ്ങട്ടെ. അപ്പോൾ സുരേഷിൻ്റെ അടുത്ത് നമ്മളെപ്പോൾ ചോദിച്ചാൽ സുരേഷിന് ഏറ്റവും ഇഷ്ടപ്പെട്ട ഫുഡ് അല്ലെങ്കിൽ എന്താണ് ആഹാര കാര്യത്തിൽ ഏറ്റവും ഇഷ്ടപ്പെട്ട സംഭവം എന്ന് ചോദിച്ചാൽ എപ്പോഴും പറയുന്നത് നമ്മുടെ നാട്ടിൽ എൻ്റെ അമ്മ ഉണ്ടാക്കി തരുന്ന എന്ന് പറഞ്ഞിട്ട് 2-3 ഡിഷുകളുടെ പേര് പറയും. പക്ഷേ ഞാൻ അതിൻ്റെ അപ്പുറത്തേക്കൊരു ചോദ്യമാണ് ചോദിക്കാൻ പോകുന്നത്. സുരേഷ് ലോകത്തിൽ അപ്പാർട്ട് ഫ്രം ഞാൻ ഈ പറഞ്ഞ ഫുഡിനപ്പുറത്തേക്ക് കഴിച്ചതിലെ ഏറ്റവും ഇഷ്ടപ്പെട്ട ഫുഡ് ഏത് രാജ്യത്തെ ഏത് ഡിഷാണ്? ആദ്യം തന്നെ ഭയങ്കര ഒരു സന്തോഷത്തോടെയാണ് ഈ KLFൻ്റെ ഓരോ വേദിയിലും വരിക. കഴിഞ്ഞ ഒരു 6-7 KLF എനിക്കൊന്ന് 6 KLFൻ്റെയും ഭാഗമാവാൻ പറ്റിയിട്ടുണ്ട്. അപ്പോൾ ഇങ്ങനെ ഒരു ഫസ്റ്റ് DC ബുക്സിന് ഒരു താങ്ക് യു പറഞ്ഞിട്ടാണ് നമുക്ക് എല്ലാവർക്കും ഇഷ്ടപ്പെട്ട ഗായത്രി, പിന്നെ ബൈചേട്ടനെ നിങ്ങൾക്ക് എല്ലാവർക്കും അറിയാം. അപ്പോൾ അങ്ങനെ ഒരു വേദിയിൽ വന്നതിൽ ഭയങ്കര സന്തോഷം. നിങ്ങളുമായിട്ട് സംവദിക്കാൻ പറ്റുന്ന വീണ്ടും ഒരു അവസരത്തിന് വേണ്ടിയിട്ടുള്ളത്. ബൈചേട്ടൻ പറഞ്ഞ പോലെ ഭക്ഷണത്തിനെ കുറിച്ച് നമ്മൾ ഒരുപാട് കാര്യങ്ങൾ പറഞ്ഞിട്ടുണ്ട്. എനിക്കൊരു വലിയ ഭാഗ്യം കിട്ടിയ ഒരു മനുഷ്യനാണ്. ലോകത്തൊക്കെയുള്ള ഏറ്റവും നല്ല നല്ല ഷെഫുമാരുടെയൊക്കെ ഭക്ഷണം കഴിക്കാനും ഏറ്റവും വിഖ്യാതമായ റെസ്റ്റോറൻറ്റ്സ് അല്ലെങ്കിൽ നോർമൽ ഒരു തട്ടുകട മുതൽ പഞ്ചനക്ഷത്ര ഹോട്ടലിലെ അടുക്കളയിൽ അല്ലെങ്കിൽ മിഷലിൻ സ്റ്റാർ റെസ്റ്റോറൻറ്റ് അല്ലെങ്കിൽ ഷെഫ് ലെഡ് റെസ്റ്റോറൻറ്റ്സിലൊക്കെ പോയി എന്തൊക്കെയാണ് ഭക്ഷണം എന്ന് കഴിക്കാൻ ഭയങ്കര എനിക്ക് അതൊരു വേറെ ആർക്കും കിട്ടാത്ത കുറേ ബ്ലെസ്സിങ് കിട്ടിയ ഒരു മനുഷ്യനാണ്. നല്ല ഭക്ഷണങ്ങൾ അല്ലെങ്കിൽ പലതരം അപൂർവമായിട്ടുള്ള പ്രൊഡ്യൂസ് വെച്ചിട്ടുള്ള ഭക്ഷണമായി കഴിഞ്ഞിട്ടുള്ള സംഭവം കഴിക്കാൻ പറ്റും. ആ രീതിയിലൊരു 30 വർഷത്തെ കരിയറുള്ള ഒരാൾക്ക് ഒരിക്കലും ഒരു ഇന്ന ഫുഡ് ആണ് മികച്ചതെന്ന് പറയാൻ പറ്റാത്ത രീതിയിലുള്ള ഒരു അനുഭവജ്ഞാനം ഉണ്ടായത് കൊണ്ട് എനിക്കങ്ങനെ ഇന്നതാണ് നല്ലതെന്ന് നമ്മുടെ ഒരു നാടൻ ഭക്ഷണം പോലും പറയാൻ പറ്റാത്ത രീതിയിലുള്ളൊരു കാര്യമാണ് എനിക്ക്. എന്നാലും ഓരോ രാജ്യത്ത് പോയി ഓരോ കാര്യങ്ങൾ ഇപ്പോഴും കാണുമ്പോൾ ഇപ്പോൾ പണ്ട് ഓരോ വർഷം കഴിയുമ്പോൾ നമുക്കുണ്ടാകുന്ന അനുഭവങ്ങൾ വെച്ചിട്ട് ഓരോ സംഭവം ഒരു സിമ്പിളായിട്ടുള്ളൊരു വിഭവം കണ്ടാൽ പോലും നമുക്ക് അത്ഭുതപ്പെടുത്തുന്ന രീതിയിലാണ് അതിൻ്റെ മാറുന്നത്. അങ്ങനെ നോക്കിയാൽ ഏറ്റവും പ്രിയപ്പെട്ടതായിട്ട് ഇപ്പോൾ ഒരു കേരളത്തിലെ നാടൻ ഭക്ഷണമല്ല അല്ല ഇന്ത്യയിലെ ഏതെങ്കിലും ഒരു സ്പെഷ്യൽ റീജിയനിൽ നമുക്കറിയാവുന്ന ഇന്ത്യൻ ഭക്ഷണത്തിനെ മാറ്റി നിർത്തിയാൽ മറ്റ് പല രാജ്യങ്ങളിലെയും ഏറ്റവും മികച്ച രുചികൾ തേടിയിട്ടുണ്ട്. ഇപ്പോൾ ഒരു ഗ്രീക്ക് റെസ്റ്റോറൻറ്റ്സിൽ അല്ലെ ഗ്രീക്കിലെ ഒരു ക്വിസിൻസ് ഒക്കെ എടുത്ത് നോക്കിക്കഴിഞ്ഞാൽ ഉണ്ടാകുന്ന അത് ഭക്ഷണം കഴിച്ച് കഴിഞ്ഞതിന് ശേഷം നമുക്കുണ്ടായാൽ എന്തൊക്കെയാണ് അതിൻ്റെ ഒരു സന്തോഷം നിലനിൽക്കുക. നമ്മൾ നല്ലൊരു മീൻകറിയും ചോറും ഒക്കെ കഴിച്ചല്ലെങ്കിൽ പൊറോട്ടയും ബീഫൊക്കെ വളരെ രുചികരമായിട്ട് കഴിച്ചൊരു 2 hours കഴിഞ്ഞാലും അതിൻ്റെ ഒരു പിന്നീട് പ്രശ്നങ്ങളുള്ളതായിട്ട് നമുക്ക് തോന്നും. ഒരുപാട് ഓവറായിട്ട് കഴിച്ചു. ഇത് നിങ്ങൾ എത്ര ഓവറായിട്ട് കഴിച്ചാൽ പോലും ഒരു 6 hours കഴിഞ്ഞാലും ആ കഴിച്ച ഭക്ഷണത്തിൻ്റെ രുചി നമ്മുടെ നിൽക്കുകയും അല്ലെങ്കിൽ നമ്മുടെ ബോഡിയിൽ അതിൻ്റെ ഒരു ഇമ്പാക്റ്റ് ഒന്നും ഇല്ലാത്ത തരം ലോകത്തിലെ പല ഭക്ഷണ രീതികളാണ്. അങ്ങനെയൊക്കെ നോക്കിയാൽ അത് ജപ്പാനീസ് ക്വിസിനാണ് അല്ലെങ്കിൽ ഗ്രീക്കിലെ മെഡിറ്റേറിയൻ ആയിട്ടുള്ള അവരുടെ അധികം എരിവോ സ്പൈസോ ഇല്ലാതെ കൃത്യമായിട്ടുള്ള ഒരു മീറ്റിൻ്റെ അല്ലെങ്കിൽ ഏതെങ്കിലും ഒരു സംഭവത്തിൻ്റെയൊക്കെ ഒരു ഫ്ലേവറോട് കൂടി തരുന്ന അങ്ങനെ ആ ഒരു രീതിയിൽ എനിക്ക് കുറേ യൂറോപ്യൻ കൺട്രിയിലെ ഭക്ഷണ രീതികൾ ഭയങ്കര പ്രിയപ്പെട്ടായിട്ട് വന്നിട്ടുണ്ട്. ഏറ്റവും പ്രിയപ്പെട്ട റെസ്റ്റോറൻറ്റ് അതായിരിക്കും ഇന്ത്യൻ അല്ലെങ്കിൽ എനിക്ക് അങ്ങനെ നേരത്തെ പറഞ്ഞ പോലെ ഒത്തിരി നല്ല റെസ്റ്റോറൻറ്റ്സിൽ ഇപ്പോൾ ഒരു എൻ്റെ ഒരു ഡ്രീം ആയിട്ടുള്ള ഞാൻ റോൾ മോഡലായിട്ട് കാണുന്ന ഒരു ഷെഫാണ് അലൻ ഡുക്കൈസ് എന്ന് പറഞ്ഞ ഒരു ഫ്രഞ്ചിലെ വിഖ്യാതമായ ഷെഫ്. അദ്ദേഹത്തിൻ്റെ പേരിൽ തന്നെയാണ് റെസ്റ്റോറൻറ്റ്. അത് കണ്ടിട്ടാണ് ഞാനും ഷെഫ് പിള്ള എന്നൊക്കെയുള്ള പേരൊക്കെ ഇട്ടത്. അദ്ദേഹത്തിന് എനിക്ക് തോന്നുന്നു ഏറ്റവും കൂടുതൽ മിഷലിൻ സ്റ്റാർ വേൾഡ് വൈഡ് ഉള്ളൊരു ഫ്രഞ്ച് ഷെഫ്. ഇപ്പോൾ ജീവിച്ചിരിക്കുന്നതിൽ ഏറ്റവും മികച്ച ഒരു ഷെഫ് എന്ന നിലയിലാണ് അദ്ദേഹത്തിന് ലണ്ടൻ ഡോർച്ചസ്റ്ററിലുള്ള അലൻ ഡുക്കൈസ് എന്ന് പറഞ്ഞ ഒരു റെസ്റ്റോറൻറ്റിലെ ടേസ്റ്റിംഗ് മെനു ഏകദേശം ഒരു 100 pound പെർ പേഴ്സൺ. അപ്പോൾ അവിടുത്തെ അവരുടെ സ്പെഷ്യാലിറ്റി ഉള്ള കാവിയർ അല്ലെങ്കിൽ അതിൻ്റെ ലോബ്സ്റ്ററിനെ എങ്ങനെയാണ് ട്രീറ്റ് ചെയ്യുന്നത് അങ്ങനെ ഒരു 9 course മെനു
അത് ഞാൻ ജോലി ചെയ്ത സമയത്ത് ഒരിക്കലും എനിക്ക് കഴിക്കാൻ പറ്റിയിട്ടില്ല. ഞാൻ മിക്കവാറും ഒക്കെ ആ റെസ്റ്റോറൻറ്റിൻ്റെ ഫ്രണ്ടിൽ പോയി മെനു ഒരു 100 തവണ വായിച്ച് നോക്കിയിട്ടുണ്ട്. അപ്പോൾ അത് കണ്ടിട്ടാണ് എൻ്റെ ഒരു ഇൻസ്പിറേഷനിൽ ഒരു റെസ്റ്റോറൻറ്റ് തുടങ്ങണം എപ്പോഴെങ്കിലും, അല്ലെങ്കിൽ ഈ പേര് ഒരു 5 സ്റ്റാർ ഹോട്ടലിൽ ഒരു റെസ്റ്റോറൻറ്റ് തുടങ്ങണം എന്നുള്ള ആഗ്രഹത്തിൽ ചെയ്തത്. ഈ അടുത്ത സമയത്ത് നമുക്കതൊരു അഫോർഡ് ചെയ്ത് കഴിക്കുന്ന സമയത്ത് ഞാനിപ്പോൾ 2 തവണ പോയി അവിടെ കഴിച്ചു. അപ്പോൾ അതെൻ്റെ ഒരു പേഴ്സണൽ ഫേവറേറ്റ് ആയിട്ട് നല്ല നല്ല റെസ്റ്റോറൻറ്റ് ഉണ്ടെങ്കിലും നിങ്ങളൊക്കെ എപ്പോഴെങ്കിലും ഇനി ഇംഗ്ലണ്ടിലോ അല്ലെങ്കിൽ പാരീസിലൊക്കെ പോയാൽ അലൻ ഡുക്കേസിൻ്റെ റെസ്റ്റോറൻറ്റിൽ പോയിട്ട് ഒരു ടേസ്റ്റിംഗ് മെനുവിൻ്റെ ഒരു മേ ബി ഒരു പെർ പേഴ്സൺ 15,000-20,000 രൂപ കൊടുക്കേണ്ടി വരും. പക്ഷെ അതൊരു സ്പെഷ്യൽ ഒരു അനുഭവമാണ്. എനിക്കൊക്കെ ആണെങ്കിൽ ആകെ ഈ സുരേഷിനെ പരിചയപ്പെടുന്നതിന് മുമ്പ് ആകെ പരിചയമുള്ള ഷെഫ് നമ്മുടെ നാട്ടിലെ മിനി ഹോട്ടലിലെ മോഹനൻ ചേട്ടനായിരുന്നു. എനിക്ക് തോന്നുന്നത് മലയാളികളെ സംബന്ധിച്ച് പലർക്കും അത് തന്നെയായിരിക്കും ഇപ്പോഴും. ഷെഫ് എന്ന് കേൾക്കുമ്പോൾ നമ്മുടെ മനസ്സിൽ ഷെഫ് സുരേഷ് പിള്ള. കേരളത്തിൻ്റെ ഒഫീഷ്യൽ ഷെഫായിട്ട് അംഗീകരിക്കേണ്ട സമയം കഴിഞ്ഞിട്ടുണ്ട് സുരേഷിന്. അപ്പോൾ നേരത്തെ ഗായത്രിയെ പറ്റി പറഞ്ഞപ്പോൾ എനിക്ക് തോന്നുന്നത് ഗായത്രിയുടെ ടിപ്പ് ഓഫ് ദ ഐസ്ബർഗ് എന്നൊക്കെ പറഞ്ഞ പോലെയാണ് ഗായത്രിയെ പറ്റി പറഞ്ഞ കാര്യങ്ങൾ. ഗായത്രി ഒരു ആർജയാണ്, മ്യൂസിഷ്യനാണ്, അതോടൊപ്പം തന്നെ നമ്മൾ ദീപ്തി IPS ആണ് അല്ലേ. പലരോടും ഇപ്പം ആരാണ് എൻ്റെ കൂടെ സെഷനിൽ ഞാൻ ചോദിച്ചപ്പോൾ ചിലരോടൊക്കെ ഞാൻ പറഞ്ഞു ഗായത്രി അരുൺ. അതാരാ ചോദിച്ചപ്പോൾ ഞാൻ ദീപ്തി ദീപ്തി IAS എന്ന് പറഞ്ഞ പോലെ ആ പേരിലേക്ക് ഇപ്പം എന്നാരോ പറഞ്ഞെന്ന് ഗസറ്റ് പേര് കൊടുത്ത് ദീപ്തി നാക്കരുത് അല്ലേ. ഇപ്പൊ ഈ വരുന്ന ഓട്ടോയുടെ പുറകെ കൂടെ നമ്മൾ ദീപ്തി പോകുന്നു അത് നമ്മൾ കേൾക്കുമായിരുന്നു. അതെ അതെ. അപ്പം ദീപ്തിയുടെ തുടക്കം നമുക്ക് ഫുഡിൽ നിന്ന് തന്നെ ആകാം. ദീപ്തിയെ പറ്റി ഞാൻ വായിച്ചപ്പോൾ മനസ്സിലായത് ദീപ്തിയെ കണ്ടാൽ തോന്നില്ലെങ്കിലും ബിരിയാണിയാണ് ഏറ്റവും ഇഷ്ടമെന്നാണ് അല്ലേ. കണ്ടാൽ തോന്നില്ലെങ്കിലും ഞാൻ പറഞ്ഞത് മനസ്സിലായല്ലോ അല്ലേ. ബിരിയാണി കഴിക്കുന്നൊരു വണ്ണം വെച്ചിരിക്കുമെന്ന് നമ്മൾ ചിന്തിച്ചിരിക്കുന്നത് അങ്ങനെ ഇല്ല. എങ്കിൽ പോലും എവിടുത്തെ ബിരിയാണി ഇഷ്ടം ഏറ്റവും? ഇവിടെ ഇരുന്നുകൊണ്ട് പറയാന്ന് വിചാരിക്കണ്ട, എനിക്ക് കേരളത്തിൽ കോഴിക്കോടൻ ബിരിയാണിയാണ് ഏറ്റവും ഇഷ്ടം. പിന്നെ എവിടെ പോയാലും അവിടുത്തെ ഒരു സ്പെഷ്യൽ ബിരിയാണി, ഇപ്പോൾ തലപ്പാക്കട്ടി ബിരിയാണി. ഞാൻ എൻ്റെ ബ്രദർ വന്നിട്ടുണ്ട് ഈ സെഷന് വേണ്ടി, ഇന്ന് സർപ്രൈസ് ആയിട്ട് വന്നത്. അപ്പം ഞാൻ പറയും ഞാൻ ദുബായി പോകുന്നുണ്ട്. അപ്പോൾ അവൻ എന്നെ അവിടെ ഒരു സ്ഥലത്ത് കൊണ്ട് ഒരു ബിരിയാണി വാങ്ങിച്ചു തന്നിരുന്നു. ഞാൻ പറഞ്ഞു എനിക്കത് ഇത്തവണ ഞാൻ 2 ദിവസത്തേക്ക് പോകുന്നുണ്ട്, എനിക്കത് വാങ്ങിച്ചത്. ഞങ്ങൾ ഇന്ന് ഉച്ചയ്ക്ക് ബിരിയാണിയാണ് കഴിച്ചത്. അപ്പോൾ എനിക്ക് ഡയറ്റും ഇപ്പോൾ കുറച്ച് ഒരു ഗട്ട് ഹെൽത്തിൻ്റെ കുറച്ച് ഇഷ്യൂ ഒക്കെ വന്നിട്ട് പ്രോപ്പർലി ഡയറ്റൊക്കെ നോക്കണം എന്നൊക്കെ പറഞ്ഞിട്ട് ഡോക്ടർ വിട്ടതാണ്. പക്ഷെ ഞാൻ ബിരിയാണി വിട്ടിട്ടുള്ള ഒരു പരിപാടിയില്ല. അപ്പോൾ ഗായത്രിയുടെ ഏറ്റവും പുതിയ പുസ്തകം വരികയാണ്, യാത്രയ്ക്ക് അപ്പുറം എന്നാണ് എൻ്റെ പേര്. ഞാനത് ഇന്ന് വായിച്ചപ്പോൾ എനിക്ക് തോന്നുന്നത് ഞാനുമൊക്കെ ഈ യാത്രാവിവരണം എഴുതി തുടങ്ങിയപ്പോൾ അതൊരു കംപ്ലീറ്റ് ഒരു യാത്രയായിട്ടല്ല എഴുതി തുടങ്ങിയത്. നമ്മൾ ഓരോരോ യാത്രകളിലെ അനുഭവങ്ങളായിട്ടാണ് എഴുതി തുടങ്ങിയത്. അപ്പം ഞാൻ വായിച്ചപ്പോൾ ഓരോരോ സ്ഥലങ്ങളിൽ പോയത്, അതിൽ ഹിമാലയമുണ്ട്, ഗംഗ കാണാൻ പോയതുണ്ട്, അതുപോലെ തായ്ലൻഡുണ്ട്, ദുബായ് ഉണ്ട്, അങ്ങനെ എല്ലാം ഉണ്ട്. അപ്പോൾ ഇതിൽ എല്ലാം എനിക്ക് മുഴുവൻ വായിച്ചു കഴിഞ്ഞപ്പോൾ എനിക്ക് തോന്നുന്നത് ഏറ്റവും അധികം ഗായത്രിയെ എക്സൈറ്റ് ചെയ്യിച്ചത് ഹിമാലയവും ഗംഗയുമാണെന്നാണ് അല്ലേ. അതെ ശരിയാണ്, ഞാൻ രാവിലത്തെ സെഷനിൽ പറഞ്ഞതേ ഉള്ളൂ ആണല്ലേ. അത് ഞാൻ കേട്ടില്ലെങ്കിൽ പോലും എനിക്കത് വായിച്ചപ്പോൾ തോന്നി. എന്താണ് അത്ര അധികം അവിടെ ആകർഷിക്കപ്പെട്ട കാര്യങ്ങൾ? അതിനൊരു റീസൺ പറയാൻ എനിക്ക് അറിയില്ല. കാരണം ഞാനത് 2ാമത്തെ തവണയും പോയിട്ട് ഞാൻ ഗംഗ കണ്ടപ്പോൾ എനിക്ക് കണ്ണിൽ നിന്ന് വെള്ളം വന്നു. എനിക്ക് എന്തോ മനസ്സിലേക്ക് എന്തോ ഇങ്ങനെ വന്ന് നിറയുന്നൊരു അനുഭൂതിയാണ്. എനിക്ക് അറിയില്ല അതിൻ്റെ റീസൺ എന്താണെന്ന് എനിക്ക് അറിഞ്ഞുകൂടാ, പറയാനറിയില്ല. പക്ഷേ എനിക്ക് പിന്നെയും പോകണമെന്ന് തോന്നുന്നത് ഋഷികേശിലേക്കാണ്. പിന്നെയുള്ളത് ബിറാണ്. ഈ 2 സ്ഥലങ്ങളാണ് എനിക്ക് യാത്രകളിൽ പോയതിൽ എനിക്ക് ഏറ്റവും ഇഷ്ടപ്പെട്ട സ്ഥലങ്ങൾ ഏതാണെന്ന് ചോദിച്ചാൽ ഞാൻ ബിറും ഋഷികേശും ആണെന്നേ പറയുള്ളൂ. ഒന്നാമത് എനിക്ക് ബീച്ചിനേക്കാൾ കൂടുതൽ, കാരണം ഞാൻ ആലപ്പുഴ ജില്ലക്കാരിയാണ്. ആലപ്പുഴയിൽ ചെറുപ്പം മുതൽ എനിക്ക് ആകെ ഞങ്ങളെ കൊണ്ടുപോകുന്നത് എല്ലാ വീക്കെൻഡ്സിലും ബീച്ച് പോവുക, കളിക്കുക, തിരിച്ചു വരിക. അപ്പോൾ ബീച്ച് കണ്ട് വളർന്നതുകൊണ്ട്, വെള്ളത്തിൻ്റെ ഇടയ്ക്ക് കിടന്ന് വളർന്നതുകൊണ്ടും എനിക്ക് ബീച്ചിനോട് അത്ര എക്സൈറ്റ്മെൻറ്റ് ഇല്ല. ഞാനൊരു എപ്പോഴും ഹിൽ സ്റ്റേഷൻസിൽ പോകാൻ, തണുപ്പുള്ള സ്ഥലങ്ങളിൽ പോകാൻ ഇഷ്ടപ്പെടുന്ന ആളാണ്. അപ്പം ഞാൻ കുട്ടിക്കാലത്തൊക്കെ നമ്മൾ ഓരോ പുസ്തകങ്ങളൊക്കെ വായിക്കുമ്പോൾ നമ്മൾ ഓരോ സ്ഥലങ്ങൾ ഇമാജിൻ ചെയ്യുമല്ലോ. അങ്ങനെ ഇമാജിൻ ചെയ്ത പോലത്തെ ഒരു സ്ഥലമാണ് ബിറിൽ പോയപ്പോൾ എനിക്ക് അതുപോലൊരു സ്ഥലമായിട്ടാണ് തോന്നിയത്. അതേപോലെ തന്നെ എനിക്ക് കാരണമില്ലാതെ എനിക്ക് പിന്നെയും പോകണം തോന്നുന്ന ഒരു സ്ഥലമാണ് ഋഷികേശ്. ഋഷികേശ് തീർച്ചയായിട്ടും ഈ പറഞ്ഞ പോലെ ചില സന്യാസിമാരുടെ ശല്യം എനിക്ക് തോന്നിയിട്ടുണ്ട്. നമ്മൾ തമാശ പറഞ്ഞല്ല, ശല്യം എന്ന് പറഞ്ഞാൽ ഈ കപട സന്യാസിമാർ ധാരാളം ഉണ്ട്. അവരുടെ ചില ശല്യം ഒഴിച്ചു നിർത്തിയാൽ ശരിക്കും ഈ പറഞ്ഞ വളരെ പീസ്ഫുൾ ആണ്, എപ്പോഴും വീണ്ടും കാണാൻ പോകണമെന്ന് ആഗ്രഹിക്കുന്ന സ്ഥലമാണ്. സുരേഷ് ഈ രുചി തേടിയുള്ള യാത്ര അല്ലാതെ യാത്രകൾ ആസ്വദിക്കുന്ന ആളാണോ? പേഴ്സണലി ഞാൻ സത്യസന്ധമായിട്ട് പറഞ്ഞ ഒരു യാത്ര ഇഷ്ടപ്പെടാത്ത ഒരാളായിരുന്നു. അപ്പോൾ എനിക്കൊരു ഒഴിവ് കിട്ടിയാൽ ഒരു മുറിയിലിരുന്ന് നമ്മുടേതായ കുറേ കാര്യങ്ങളൊക്കെ ചെയ്യും. പക്ഷേ കഴിഞ്ഞ ഒരു 5 വർഷം കൊണ്ട് ഞാൻ ചെയ്ത യാത്രകളുടെ എണ്ണം എടുത്തിപ്പോൾ നോക്കുമ്പോൾ ഞാൻ വലിയൊരു സഞ്ചാരിയായിട്ട് മാറി എന്നുള്ളതാണ്. ഈ ഒരു ബിസിനസ്സിലേക്ക് എത്തിക്കഴിഞ്ഞിട്ടുള്ള കഴിഞ്ഞ
3 ഇയേഴ്സിൻ്റെ ഞാൻ തന്നെ നോക്കിയപ്പോൾ ഒരു 10 ദിവസം ഒരു സിറ്റി പോലും എനിക്ക് നിൽക്കാൻ പറ്റിയിട്ടില്ല, ഇൻക്ലൂഡിങ് നമ്മുടെ വീട്ടിൽ പോലും നിൽക്കുന്ന കൊല്ലത്ത് ഇപ്പോൾ പോയാൽ പോലും ഒരു 5 ദിവസം 4 ദിവസം, അല്ലെങ്കിൽ കൊച്ചി വരുന്നു, കൊച്ചിയിൽ നിന്ന് തൃശ്ശൂർ പോകുന്നു, അല്ലെങ്കിൽ വേറെ ഒരു സിറ്റിയിലേക്ക് പോകുന്നു, അല്ലെങ്കിൽ വേറെ രാജ്യങ്ങളിലേക്ക് പോകുന്ന രീതിയിലുള്ളൊരു ട്രാവലിങ്ങിലേക്ക് പോവുകയും അത് ഇഷ്ടപ്പെടാതെ ജോലിയുടെ ഭാഗമായിട്ട് പോവുകയും അതിനെ കൂടുതൽ ഇഷ്ടപ്പെട്ട് ഒരാളായിട്ട് മാറുകയാണ്. അപ്പോൾ ഇപ്പം ഞാൻ നോക്കുമ്പം നിങ്ങളുടെ കണക്ക് ഞാൻ കുറേ യാത്രകൾ ചെയ്തു. ഇപ്പോൾ അതൊരു പ്ലാൻഡായിട്ട് യാത്രയ്ക്ക് വേണ്ടിയിട്ടല്ല, ഒരു ആവശ്യം എന്ന നിലയിൽ പോവുകയും പിന്നീട് ആ യാത്രകളുടെ കൊണ്ടുള്ള പ്രയോജനം എന്താണ്, അല്ലെങ്കിൽ ഒരു ട്രാവലിൽ നമ്മൾ കണ്ടെത്തുന്ന സൗഹൃദങ്ങൾ, അതിൽ നിന്ന് ഉത്ഭവിക്കുന്ന റിലേഷൻഷിപ്പുകൾ, അതിനകത്ത് ഉത്ഭവിക്കുന്ന നമ്മുടെ അറിവുകൾ, അതിനകത്ത് വരുന്ന ഓപ്പർച്യൂണിറ്റികൾ, അത് ശരിക്കും പറഞ്ഞാൽ തീർച്ചയായിട്ടും നമ്മളെല്ലാവരും ഇപ്പം അതിനെ പ്രത്യേകിച്ച് ആരും പറയേണ്ട കാര്യമില്ല നിങ്ങളൊക്കെ ട്രാവൽ ചെയ്യൂ എന്നുള്ളത്. കാരണം അത്രമാത്രം ഇൻസ്പയറിംഗ് ആയിട്ടുള്ള സ്റ്റോറീസ് വന്നിട്ട് എല്ലാവരും ട്രാവലിങ്ങിന് പോവാണ്. അപ്പോൾ തീർച്ചയായിട്ടും യാത്രകൾ കൊണ്ട് ഗുണങ്ങളല്ലാതെ ദോഷങ്ങൾ ഒരിക്കലും ഒരാൾക്ക് വരാറില്ല. അൺലെസ് ആൻഡ് അണ്ടിൽ വല്ല അപകടങ്ങളോ വല്ല കലാമിറ്റികളൊക്കെ ഉള്ള ടൈമിലൊക്കെ നമ്മൾ പോകുന്ന സമയത്തല്ലാതെ പേഴ്സണലി ട്രാവലിംഗ് എന്ന ഇഷ്ടമല്ലാതിരുന്ന ഒരാൾക്ക് ട്രാവലിംഗ് ഇഷ്ടപ്പെടുകയും അതിൻ്റെ ഒരുപാട് കാര്യങ്ങൾ ജസ്റ്റ് ഒരു ഫ്ലൈറ്റിൽ അവിചാരിതമായിട്ട് കാണുന്ന ഒരു സൗഹൃദത്തിലൂടെ ഒരു റെസ്റ്റോറൻറ്റിൻ്റെ വലിയൊരു പ്രൊജക്റ്റിൻ്റെ ഭാഗമായ ആൾക്കാർ വരെ എൻ്റെ കൂടെ ഉണ്ട്. എനിക്കത് ഭയങ്കര, ഞാൻ ഒരു വൺ ടൈം കണ്ട ഒരാൾ ഒരു പുതിയൊരു റെസ്റ്റോറൻറ്റിൻ്റെ പ്രൊജക്റ്റ് എൻ്റെ ഒരു ഇൻവെസ്റ്ററായിട്ട് മാറിയ സംഭവങ്ങളുണ്ട്, ഒരു പരിചയമില്ലാത്ത ഒരു വൺ ടൈം കണ്ട. അപ്പോൾ അതൊക്കെ ഞാൻ ജസ്റ്റ് ഒരു ഉദാഹരണം പറയുകയാണ്. അപ്പോൾ യാത്രകൾ ഭയങ്കരമായ നമ്മളുടെ ലൈഫിനെ പേഴ്സണലി, അത് നിങ്ങളൊരു ഇൻ്റർനാഷണൽ യാത്ര ചെയ്യണമെന്ന് തന്നെയല്ല, സ്വന്തം ജില്ലയിൽ തന്നെ ഒരു കോഴിക്കോടുള്ള ഒരാൾക്ക് കണ്ടു തീർക്കാൻ പറ്റാത്ത സ്ഥലം നമ്മുടെ മലബാർ റീജിയനിൽ തന്നെ ഉണ്ട്. അപ്പോൾ അതുകൊണ്ട് എവിടെയെങ്കിലുമൊക്കെ പോകുന്ന ഓരോ യാത്രയും അതിനെ ഒരു പോസിറ്റീവായിട്ട് കണ്ടാൽ അതിൻ്റെ ഒരു ഓപ്പർച്യൂണിറ്റീസ് ഒരു പേഴ്സണൽ ലെവൽ എന്ന നിലയിൽ ഭയങ്കരമായ സംഭവമാണെന്നാണ് എനിക്കിപ്പം കഴിഞ്ഞ 3 വർഷം കൊണ്ട് മനസ്സിലായത്. നിങ്ങളൊക്കെ അത് എത്രയോ കാലം മുമ്പേ മനസ്സിലാക്കിയ ആളാണ്, അതിൻ്റെ ഓപ്പർച്യൂണിറ്റി എടുത്ത ആളാണെന്ന് കാണുന്ന ഒരു അസൂയ കൂടിയുണ്ട്. ഇപ്പം ഞാൻ വിചാരിക്കുകയാണ് ഇപ്പോൾ പണ്ടേ ഇതൊക്കെ ഉണ്ടായിരുന്നല്ലോ എനിക്ക് അവസരം, കുറച്ചുകൂടെയൊക്കെ ശ്രമിച്ചിരുന്നെങ്കിൽ കുറേയൊക്കെ പോകാമായിരുന്നു. ഞാൻ മനഃപൂർവ്വം ഒഴിവാക്കിയ എത്രയോ യാത്രകളുണ്ട്. പക്ഷെ ഇപ്പോൾ അത് നിർബന്ധമായിരുന്നു, ഇപ്പോൾ അത് എൻജോയ് ചെയ്യുന്നു, ഇപ്പോൾ അതിൻ്റെ ഗുണങ്ങളും കിട്ടുന്നു. അല്ല, സുരേഷിൻ്റെ കാര്യത്തിൽ എനിക്ക് തോന്നുന്നു 196 രാജ്യങ്ങളാണ് ലോകത്തിലുള്ളെങ്കിൽ അവിടെ എല്ലാം ഷെഫ് പള്ളിയുടെ റെസ്റ്റോറൻറ്റ് വരാനുള്ള സാധ്യത ഉള്ളതുകൊണ്ട് എല്ലാ രാജ്യങ്ങളിലും സുരേഷ് എത്തിപ്പെടും. ഇപ്പൊ എത്ര എണ്ണമായി? ഇപ്പോ എന്താണ് റെസ്റ്റോറൻറ്റ്സിന്റെ എണ്ണം? റെസ്റ്റോറൻറ്റ്സിന്റെ എണ്ണം 24 ആയി. നമ്മുടെ ഇപ്പൊ ഇന്ന് ഒരു റെസ്റ്റോറൻറ്റ് കോഴിക്കോടിന്റെ മണ്ണിൽ ഗ്രാൻഡ് ഓപ്പൺ ചെയ്തിട്ടാണ്, ആ വേദിയിൽ നിന്നാണ് ഞാൻ ഇവിടെ ഇങ്ങോട്ട് വരുന്നത്. അപ്പൊ അതിനൊരു ഭയങ്കര സന്തോഷം. എനിക്ക് ഏറ്റവും എന്നെ ഒരു എപ്പോഴും പറയുന്ന ഒരു ഷെഫ് എന്ന നിലയിൽ എന്നെ വളർത്തിയ നഗരമാണ്. ആദ്യമായിട്ട് നല്ല ഭക്ഷണം അത് നല്ല ഭക്ഷണം എന്ന് പറയുന്നത് തീർച്ചയായിട്ടും ഹൃദയം കൊണ്ട് പറയാണ്. ഞാനൊരു കൊല്ലംകാരനായിട്ടൊരു റെസ്റ്റോറൻറ്റിലൊക്കെ ജോലി ചെയ്ത് ഇവിടെ ഒരു ചെസ് മത്സരത്തിന് വന്ന് ബിരിയാണി കഴിച്ച് ഫാനായി ആ ജോലി ഉപേക്ഷിച്ച് കോഴിക്കോടേക്ക് എമിഗ്രേറ്റ് ചെയ്ത ഒരാളാണ്. അപ്പോൾ ആ ഒരു രീതിയിൽ കോഴിക്കോട് എന്ന് പറഞ്ഞൊരു പേഴ്സണൽ, എല്ലാവരെക്കാട്ടിലും ഭയങ്കര പേഴ്സണലായിട്ട് നമുക്ക് അത്രയ്ക്ക് ഇൻസ്പയർ ചെയ്തൊരു നഗരം ഭക്ഷണത്തിൻ്റെ കാര്യത്തിൽ തന്നെ. അങ്ങനെ ഇന്നൊരു എൻ്റെ ലൈഫിലെ ഒരു ആദ്യത്തെ റെസ്റ്റോറൻറ്റ് ഇവിടെ ഇന്ന് ഇനാഗുറേഷനായി. അത് കൂടാണ്ട് തന്നെ നെക്സ്റ്റ് ഒരു 2 വീക്സിനുള്ളിൽ അനദർ ഒരു 4-5 റെസ്റ്റോറൻറ്റ് കോഴിക്കോട് തന്നെ വരികയാണ്. തൊട്ട് ഫ്രണ്ടിൽ ഒരെണ്ണം. അതെ, തൊട്ട് മുമ്പിൽ നിങ്ങൾക്ക് പറ്റുവാണെങ്കിൽ അതിൻ്റെ ഒരു വളരെ ഹെറിറ്റേജ് ആയിട്ടുള്ള ഒരു 150ഓളം വർഷം പഴക്കമുള്ള ബ്രിട്ടീഷ് പഴമയുള്ള ആസ്പിൻ കോട്ടയാട്, നമ്മുടെ ഒരുപാട് ചരിത്ര പ്രസിദ്ധമായിട്ടുള്ള ഒരു ലാൻഡ്മാർക്ക് പ്രോപ്പർട്ടിയാണ് കോഴിക്കോട് എനിക്ക് ആദ്യമായിട്ട് കിട്ടിയത്. അപ്പോൾ കഴിഞ്ഞ 15 മാസമായിട്ട് അതിൻ്റെ ഒരു പ്രയത്നത്തിലായിരുന്നു. അതിൻ്റെ ഒരു ഫൈനൽ സ്റ്റേജിലേക്ക് എത്തി. KLFന് മുമ്പ് അത് തുടങ്ങണമെന്നുള്ള തീവ്രമായ ശ്രമത്തിലാണ്. പക്ഷേ കുറച്ചുകൂടെ അതിൻ്റെ ബാക്കി വന്നുകൊണ്ട് ഞങ്ങളത് വെയിറ്റ് ചെയ്തു. അപ്പോൾ നിങ്ങൾക്ക് തീർച്ചയായിട്ടും ഒന്ന് വേണമെങ്കിൽ ഒന്ന് പോയി കാണാം. അതൊരു പോർച്ചുഗീസ് മോഡലിൽ അതിൻ്റെ ഒരു ഫൈനൽ ഡിസൈൻ ചെയ്ത ഒരാൾ, ജയൻ എന്ന് പറഞ്ഞൊരു ചേട്ടൻ ഫ്രണ്ടിൽ ഇരിപ്പുണ്ട്. അപ്പോൾ നിങ്ങളൊന്ന് പോയി കാണേണ്ട ഒരു പ്രോപ്പർട്ടിയാണ്. കോഴിക്കോടിൻ്റെ അല്ലെങ്കിൽ കേരളത്തിലെ തന്നെ ഇപ്പം നിലവിൽ ഉള്ള ഒരു പഴമയുടെ ഏറ്റവും വലിയൊരു ഹെറിറ്റേജ് റെസ്റ്റോറൻറ്റിലാണ് നമ്മുടെ ഈ ഒരു റെസ്റ്റോറൻറ്റും വരുന്നത്. ബിലാത്തിക്കുളമാണ് ഈ ഉദ്ദേശിച്ചയാൾ അവിടെ ഇരിക്കുന്നുണ്ട്. ഇന്റീരിയർ ഒക്കെ ചെയ്ത ജയനാണ്. അപ്പം ഗായത്രിയുടെ കാര്യത്തിൽ ഗായത്രി അച്ചപ്പം കഥകളാണ് ആദ്യമായിട്ട് എഴുതിയ പുസ്തകം അല്ലേ? അതിനുശേഷമാണ് ഇപ്പോൾ ഈ ഒരു എഴുത്തിലേക്ക് വന്നത്. അപ്പം ഞാൻ ഗായത്രിയുടെ എഴുത്തിൽ ശ്രദ്ധിച്ചൊരു കാര്യം, കുറച്ച് നല്ല രസമുള്ള നർമ്മം ചേർത്ത് എഴുതുന്ന ഒരു രീതി അതിനകത്ത് കണ്ടു. അതിൽ എനിക്ക് ഏറ്റവും ഇഷ്ടപ്പെട്ട ഒരു വാചകം, പട്ടാളക്കാരുടെ ക്വാർട്ടേഴ്സ് ചെന്നപ്പം വളരെ ചെറിയ ടോയ്ലറ്റാണ്. അപ്പോൾ അതിന് കാരണം അവർ ഒരിക്കലും വണ്ണം വെച്ച് ഈ രാജ്യത്തിന് ചേരാത്തവരാകരുത്, യുദ്ധം ചെയ്യേണ്ടതാണല്ലോ, അതുകൊണ്ടായിരിക്കും ചെറിയ ടോയ്ലറ്റ് വെച്ചത് എന്നൊക്കെ പറഞ്ഞുള്ള രസകരമായ നിരീക്ഷണങ്ങളുണ്ട്. അപ്പോൾ ഈ എഴുത്തിലേക്ക് തിരിയണമെന്ന് തീരുമാനിച്ചത് എപ്പോഴാണ്, എങ്ങനെയായിരുന്നു? അത് വളരെ അവിചാരിതമായിട്ട് സംഭവിച്ചതാണ്. അച്ഛനെ പറ്റിയിട്ട് അച്ഛൻ എപ്പോഴും ഇങ്ങനെ ഓരോ കഥകൾ ഇങ്ങനെ, അതായത് ചെറിയൊരു ഇൻസിഡൻ്റ് ആയിരിക്കും, പക്ഷെ അച്ഛൻ്റെതായ നർമ്മമൊക്കെ ചേർത്തിട്ട് അതൊരു കഥയായിട്ട് എന്നെ വിളിച്ച് പറയാം. മിക്കവാറും അച്ഛന് പറ്റുന്ന അബദ്ധങ്ങൾ തന്നെയായിരിക്കും അത് പറയുക. അപ്പോൾ ഒരു ദിവസം ഞാനിങ്ങനെ അച്ഛനിങ്ങനെ ചീട ഉണ്ടാക്കി അത് പൊട്ടിത്തെറിച്ച കഥ ഇങ്ങനെ പറഞ്ഞ്, ഞാൻ അച്ഛൻ്റെ മേലൊക്കെ ഇങ്ങനെ ഓരോ ചീട പോലെ തന്നെ കുമിളകളുണ്ട് കാണുമ്പോൾ. അപ്പം അങ്ങനെ ഇരിക്കുമ്പോൾ വെറുതെ ഞാൻ
എൻ്റെ ഫോണിൽ നോട്ട് പാഡിൽ എഴുതി. അപ്പോൾ എഴുതുമ്പോൾ എനിക്ക് അച്ഛനെ കളിയാക്കണം, അത്രയേ ഉള്ളൂ എൻ്റെ ഉദ്ദേശം. അപ്പോൾ അതിനകത്ത് നർമ്മമൊക്കെ ചേർത്ത് അച്ഛൻ പറയുന്ന രീതിയിൽ തന്നെ ഒരാൾ സംസാര ഭാഷയിൽ തന്നെ എഴുതി. അത് അച്ഛനെ വായിച്ചു വെച്ചു. അച്ഛനെ ഭയങ്കര ഇഷ്ടപ്പെട്ടു. പിന്നെ സുഹൃത്തുക്കൾക്കൊക്കെ അയച്ചു കൊടുത്തു. അങ്ങനെയായിരുന്നു ആദ്യത്തെ അച്ഛനെ കളിയാക്കാൻ വേണ്ടി എഴുതി തുടങ്ങിയതാണ്, സത്യസന്ധമായി പറയുകയാണെങ്കിൽ. അതിനുശേഷം രണ്ടാമത് വീണ്ടും, കാരണം കഥകൾക്ക് പഞ്ഞമില്ല, അച്ഛൻ അത് അത്രയധികം അബദ്ധങ്ങളും പറ്റാറുണ്ട്, കഥകളും ഓർമ്മകളും ഒക്കെ ഇങ്ങനെ ഷെയർ ചെയ്യാറുണ്ട്. അപ്പം അങ്ങനെയാണ് എഴുതി തുടങ്ങിയത്. പക്ഷേ അതിന് ഉടനെ പെട്ടെന്നായിരുന്നു അച്ഛൻ്റെ മരണം. അപ്പോൾ അത് പലരും ആദ്യത്തെ കഥ വായിച്ചിട്ട് തന്നെ അത് നമുക്ക് പുതുക്കാക്കിക്കൂടെ എന്ന് സുഹൃത്തുക്കളൊക്കെ ചോദിച്ചിരുന്നു. അപ്പം അങ്ങനെ പിന്നെ അത് കണ്ടിന്യൂ ചെയ്ത് എഴുതി. ഈ കഥകളിൽ നിന്നും യാത്രാവിവരണത്തിലേക്ക് വന്നപ്പോൾ എന്താണ് എഴുത്തിലുണ്ടാകുന്ന ഒരു മാറ്റം, എന്താണ് വേണ്ടി വന്നത്? എനിക്ക് കുറച്ചുകൂടെ ഹോംവർക്ക് വേണ്ടി വന്നു. യാത്ര എന്ന് വെച്ചാൽ ഓർമ്മകൾ എഴുതാൻ എനിക്ക് അധികം ബുദ്ധിമുട്ട്. അച്ചപ്പൻ കഥകൾ വളരെ എളുപ്പത്തിൽ എഴുതി തീർന്ന ഒരു പുസ്തകമാണ്. ഇതിന് സത്യത്തിൽ 1 വർഷം മുമ്പ് KLF-ൽ വെച്ചിട്ട് തന്നെ അനൗൺസ് ചെയ്തതാണ് ഈ പുസ്തകം. എഴുതി തുടങ്ങിയിട്ടും 1 വർഷമായി. ചെറുതായിട്ടൊക്കെ കുറിച്ചൊക്കെ ഇട്ടിരുന്നു. ഓരോ കഥകൾ, ഓരോ ചാപ്റ്റേഴ്സിൻ്റെ ടൈറ്റിലൊക്കെ എഴുതി വെച്ചിരുന്നു. പക്ഷേ പൂർണ്ണമായിട്ട് എഴുതാനുള്ള ഒരു സമയം, അതിൻ്റെ ഇടയ്ക്ക് ഒരു സ്ഥാപനം നെയിലിട്ട് തുടങ്ങി. അപ്പോൾ അതുകൊണ്ട് തന്നെ എഴുത്ത് കണ്ടിന്യൂ ചെയ്തില്ല. നവംബർ ലാസ്റ്റ് ഇവിടെ നിന്ന് DC-ന്ന് വിളിച്ച് ജാനുവരിയിൽ KLF ആണ് എന്ന് പറഞ്ഞപ്പോഴാണ് ഒരു തീ ഇങ്ങനെ രാന്തൽ വന്നത്. അതിനുശേഷമാണ് സത്യം പറഞ്ഞാൽ 1 മാസം സമയം കംപ്ലീറ്റ്ലി ഈ പുസ്തകത്തിന് വേണ്ടി മാറ്റിവെച്ച് അങ്ങനെ എഴുതാം. പക്ഷേ എനിക്കത് വെറുതെ ഓർമ്മകൾ മാത്രമായിട്ട് പോരുത്, അത് യാത്ര ചെയ്ത ഓർമ്മകൾ മാത്രമായി പോരുത്. അതിനകത്ത് കുറച്ചൊക്കെ വായിക്കുന്നവർക്കും എന്തെങ്കിലും കിട്ടണം, കുറച്ച് ഡീറ്റെയിൽസ് വേണം എന്നൊക്കെ വിചാരിച്ച് ഞാൻ കുറച്ച് ആ സ്ഥലങ്ങളെ പറ്റിയിട്ടും ഒക്കെ റിസർച്ച് ചെയ്ത് അങ്ങനെയാണ് എഴുതിയത്. അപ്പം എനിക്ക് അച്ചപ്പങ്കഥകളെ വെച്ച് നോക്കുമ്പോൾ ഞാൻ കുറച്ചുകൂടെ എഫേർട്ട് എടുത്ത് എഴുതിയൊരു പുസ്തകമാണ് യാത്രയ്ക്കപ്പുറം. ഇപ്പം ഞാൻ നേരത്തെ പറഞ്ഞ പോലെ പല മേഖലകളിലുണ്ട്. ഇപ്പം RJ ആയിരുന്നു, അതുപോലെ ഇപ്പോൾ പാട്ടുകാരിയാണ്, അഭിനയിക്കുന്നു, എൻ്റെ കൂടെ എഴുതുന്നു. ഇതിനെല്ലാം കൂടെ സമയം കണ്ടെത്തുക എന്ന് പറയുന്ന ബുദ്ധിമുട്ടുള്ള കാര്യമാണ്. ഇപ്പോൾ എന്നെ സംബന്ധിച്ച് എനിക്കറിയാം, നമ്മളിപ്പോൾ എഴുത്തൊന്നും നടക്കുന്നതേ ഇല്ല. ഈ യൂട്യൂബിലേക്ക് വന്നു കഴിഞ്ഞപ്പോൾ എങ്ങനെയാണ് ഇതിന് സമയം കണ്ടെത്തുന്നത്? അതല്ല, ഞാൻ വായിച്ചപ്പോൾ മനസ്സിലായത് വാഗമണിലുള്ള ഒരു ഋതംഭര എന്നൊരു റിസോർട്ടല്ല, ഒരു സ്പിരിച്വൽ കമ്മ്യൂണാണ്. അവിടെ ഇരുന്നാണ് എഴുതുന്നതെന്ന് പറഞ്ഞു. അപ്പോൾ അതിനൊക്കെ സമയം കണ്ടെത്താൻ പറ്റുന്നുണ്ടോ? ഇതിനു വേണ്ടി ഇപ്പോൾ സത്യത്തിൽ ഇതിനു മുമ്പേ എഴുതേണ്ടതായിരുന്നു. ഞാൻ ഇവിടെ നിന്ന് DC-ന്ന് ദീപ്തിയുടെ കോൾ വന്നതിന് ശേഷമാണ് സത്യം പറഞ്ഞ് എഴുതാനിരുന്നതെന്ന് പറഞ്ഞല്ലോ. അപ്പോൾ അതിനുശേഷം നെയിലിറ്റിൻ്റെ തിരക്കുകളും ഒരു ബിസിനസ്സിൻ്റെ ബുദ്ധിമുട്ട് അറിയാം, പ്രത്യേകിച്ചും സുരേഷ് സാറിന് അറിയാം. അപ്പോൾ അതുകൊണ്ട് തന്നെ എഴുത്ത് നടക്കുന്നുണ്ടായിരുന്നില്ല. അങ്ങനെയാണ് ഋതംബരയ്ക്ക് ഒളിച്ചോടിയത്. അവിടെ പിന്നെ നെറ്റ്വർക്ക് ഇല്ല, റേഞ്ചൊന്നും ഇല്ലാത്തതുകൊണ്ടും അവിടെ വളരെ പീസ്ഫുൾ ആയിട്ടുള്ള അച്ചപ്പൻ കഥകളും അവിടെ ഇരുന്നാണ് കൂടുതൽ എഴുതിയത്. വളരെ പീസ്ഫുൾ ആയിട്ടുള്ള ഒരു അറ്റ്മോസ്ഫിയറാണ്, ആരെയും എഴുത്തുകാരാക്കി മാറ്റുന്ന ഒരു സ്ഥലമാണ്. അപ്പോൾ അങ്ങനെയാണ് ഋതംബരയിൽ പോയി എഴുതിയത്. അതിനിടയ്ക്ക് മറ്റൊരു നെയിൽ സ്റ്റുഡിയോ നടത്തുന്നുണ്ടല്ലോ. ഇപ്പൊ എന്നെയൊക്കെ സംബന്ധിച്ച് നോക്കുകയാണെങ്കിൽ നഖം വളരുമ്പോൾ വെട്ടുക എന്നല്ലാതെ ഇതിന്റെ അപ്പുറത്തേക്ക് നമ്മൾ നഖത്തെ പറ്റി ബൈശേട്ടൻ വിളിച്ചിട്ട് നഖം വെട്ടിക്കൊണ്ടിരിക്കുകയാണ്. നമ്മൾ നഖം വെട്ടലല്ല, ഞങ്ങള് നഖത്തിൽ ആർട്ട് വിരിയിക്കുന്ന, കല വിരിയിക്കുന്ന സ്ഥലമാണ്. നഖത്തിന്റെ കാര്യത്തിൽ മലയാളിയുടെ പുതിയ രീതികൾ എന്തൊക്കെയാണ്? അയ്യോ, ഭയങ്കര ട്രെൻഡിങ് ആണ്. എനിക്ക് നെയിൽ ആർട്ടിനോടുള്ള ഇഷ്ടം കൊണ്ടാണ് നെയിലിറ്റ് എന്ന പേര് തന്നെ അങ്ങനെയാണ്. ആദ്യം ഒരു നെയിൽ ആർട്ട് സ്റ്റുഡിയോ തുടങ്ങാൻ വേണ്ടിയിട്ടായിരുന്നു ആദ്യത്തെ ശ്രമം. പക്ഷേ എൻ്റെ നാട് ചേർത്തലയാണ്, അവിടെ ആ ട്രെൻഡിലേക്ക് വരുന്നേ ഉള്ളൂ. അപ്പോൾ അതുകൊണ്ട് ഞാനൊരു കംപ്ലീറ്റ് സലൂൺ എന്നുള്ളൊരു കോൺസെപ്റ്റിലാണ് ഇപ്പോൾ തുടങ്ങിയിരിക്കുന്നത്. പക്ഷേ മറ്റു സ്ഥലങ്ങളിലേക്കൊക്കെ നെയിലിനെ ഫോക്കസ് ചെയ്തുകൊണ്ട് തന്നെ ഇപ്പം ഇതൊക്കെ കണ്ടില്ലേ, ഇതൊക്കെ നെയിൽ, ഇതാണ് നെയിൽ എക്സ്റ്റൻഷൻ. പരസ്യം ആയിക്കോട്ടെ. അതെ. സുരേഷിനെ സംബന്ധിച്ച് പറയുകയാണെങ്കിൽ, സുരേഷ് ഈ പറഞ്ഞ പോലെ ഞാൻ നേരത്തെ അത് ഗായത്രിയോട് പറയുന്നത്, ഞാൻ ഒരിക്കൽ സുരേഷിനെ കാണാൻ ചെന്നപ്പോൾ 4 ചാനലുകളുടെ ഇൻ്റർവ്യൂ നടക്കുകയാണ്. സുരേഷ് ഒരു റൂമിൽ നിന്നും അടുത്ത റൂമിലേക്ക് പോകുന്നു, അതിൻ്റെ ഇടയ്ക്ക് എന്നെ കണ്ടു. അപ്പോൾ ഞാൻ ചോദിച്ചു, ഏത് ചാനലത്? അതൊന്നും എനിക്കറിയാൻ വയ്യ, ഞാൻ അടുത്ത ചാനലിലേക്ക് പോട്ടെ എന്ന് പറഞ്ഞിട്ട് ഓടിക്കൊണ്ടിരിക്കുന്ന ആളാണ്. അപ്പോൾ ഞാൻ ഇപ്പം വായിച്ചുകൊണ്ടിരിക്കുന്ന ഒരു പുസ്തകം ശ്രീ എമ്മിൻ്റെ ലിവിങ് വിത്ത് ഹിമാലയൻ മാസ്റ്റേഴ്സ് എന്ന് പറഞ്ഞ പുസ്തകം. അപ്പോൾ അതിൽ ശ്രീ എം അദ്ദേഹത്തിൻ്റെ ഗുരുവിനെ കാണണം തോന്നുമ്പോൾ ശരീരം അവിടെ ഉപേക്ഷിച്ചിട്ട് ആത്മാവായിട്ട് ഹിമാലയത്തിലേക്ക് പോയി ഗുരുവിനെ കണ്ടിട്ട് വരും എന്ന് പറഞ്ഞ പോലെ അതൊക്കെ പഠിക്കേണ്ടി വരും തോന്നുന്നു സുരേഷിന്. അല്ലെങ്കിൽ 26 റെസ്റ്റോറൻറ്റ്സ് ഇപ്പം തന്നെ ഉണ്ട്, അടുത്ത ആഴ്ച 5 എണ്ണം എന്നൊക്കെയാണ് പറഞ്ഞത് ഒറ്റയടിക്ക്. അങ്ങനെയുള്ളപ്പോൾ എങ്ങനെയാണ് ഇത് മാനേജ് പോകുന്നത്? അതിനോടൊപ്പം തന്നെ നമ്മളെപ്പോഴും നമ്മുടെ ജോലിയിൽ നവീകരിക്കപ്പെട്ടുകൊണ്ടിരിക്കണം എന്നുണ്ടല്ലോ. അപ്പോൾ ഈ പുതിയ പാചക പരീക്ഷണങ്ങളൊക്കെ എപ്പോഴാണ് നടത്താൻ സമയം? തീർച്ചയായിട്ടും ഏറ്റവും കൂടുതൽ അധികം ആൾക്കാർ എൻ്റെ ചോദിക്കുന്ന ഒരു കാര്യമാണ്, അപ്പോൾ ഈ ഒരു സമയം എങ്ങനെ മാനേജ് ചെയ്യുന്നു? ഇതിൻ്റെ ഇടയിൽ ഈ ഒരു റെസ്റ്റോറൻറ്റ് നടത്തിക്കൊണ്ട് പോകാന്ന് പറയുന്നത് വൺ ഓഫ് ദ ഏറ്റവും ബിഗ്ഗസ്റ്റ്, എനിക്ക് ഒരു ടഫായിട്ടുള്ള ഏറ്റവും വലിയൊരു ബിസിനസ്സാണ്. സിനിമയിൽ അഭിനയിച്ചു 2 സിനിമയിൽ, 2 5 അപ്പോൾ 5 സിനിമയിൽ ഇതിൻ്റെ ഇടയിൽ അഭിനയിക്കാൻ പറ്റി, ഒരു സീരിയലിൽ അഭിനയിക്കാൻ പറ്റി, കുറേ TV ഷോസ് ഇതിൻ്റെ ഇടയിൽ ചെയ്യുന്നുണ്ട്. അങ്ങനെ പിന്നെ ഒത്തിരി ഇൻ്റർവ്യൂസും കാര്യങ്ങളും ഉദ്ഘാടനങ്ങൾ വേറെയും അല്ലാതെ കുറേ പ്രോഗ്രാമിൻ്റെയൊക്കെ ഭാഗമായിട്ടും ജഡ്ജസായിട്ടും ഒക്കെ പോകാനൊക്കെ ഉണ്ട്. അപ്പോൾ അതെല്ലാം ഇതിൻ്റെ ഇടയിൽ
സംഭവിക്കുകയാണ്. നമുക്ക് ഇഷ്ടമുള്ള കാര്യങ്ങൾ ചെയ്യും. ഞാൻ എപ്പോഴും പറയുന്നത്, നമുക്ക് ഇഷ്ടമുള്ള ഒരു കാര്യം ചെയ്യുമ്പോൾ നമ്മുടെ മുമ്പിൽ സമയം എന്ന് പറഞ്ഞൊരു സാധനം വരികയില്ല. നമ്മൾ അതിനകത്ത് എൻജോയ് ചെയ്യുന്ന ഒരു കാര്യം നിങ്ങളത് തിരഞ്ഞെടുക്കുക എന്നുള്ളതാണ് ഏറ്റവും. എനി ഏജ് എന്നാണ് പറയുക. ഇപ്പം നിങ്ങൾക്ക് ഒരു 50-ാമത്തെ വയസ്സിൽ നിങ്ങൾ ചെയ്തുകൊണ്ടിരിക്കുന്നതിൽ ഒരു മുഷിപ്പ് വന്നിട്ട് ഒരു ചേഞ്ച് വന്നാൽ, നമുക്ക് ഇഷ്ടമുള്ള ഒരു സംഭവത്തിലേക്ക് പോയാൽ പിന്നീട് നമ്മൾ അതിനകത്ത് 24 hours ആണോ മുഴുകുന്നത്, അല്ലെങ്കിൽ ഒരാഴ്ചയിൽ മൊത്തം മുഴുവൻ സമയം അതിനുവേണ്ടി ചെലവഴിക്കുന്ന ഒന്നും നമ്മളെ എഫക്റ്റ് ചെയ്യുകയോ, അതിൻ്റെ ഒരു ഫാറ്റിക് ഒരുപക്ഷെ ഉണ്ടായേക്കാം. ബോഡിയിൽ ചിലപ്പോൾ ക്ഷീണമോ കാര്യം, നമ്മൾ ഒരിക്കലും ആ ക്ഷീണങ്ങളോ അല്ലെങ്കിൽ അതിൻ്റെ ബുദ്ധിമുട്ടുകളോ അറിയാതെ ഇഷ്ടപ്പെടുന്ന പ്രവൃത്തി ചെയ്യുക എന്നുള്ളതാണ്. ഇപ്പം ഞാനിപ്പോൾ ചെയ്തുകൊണ്ടിരിക്കുന്ന എല്ലാം എനിക്ക് ഒരു മണി അല്ലെങ്കിൽ മോണിറ്ററിയെക്കാട്ടിൽ വലിയ ആനന്ദം തരുന്ന കാര്യങ്ങളാണ്. ഒരു റെസ്റ്റോറൻറ്റ് തുടങ്ങുക, അല്ലെങ്കിൽ അവിടെ കുറേ ആൾക്കാരെ കാണാൻ പറ്റുക, അല്ലെങ്കിൽ കുറേ ജോലി അവിടെ ക്രിയേറ്റ് ചെയ്യുക, ഒരുപാട് ആളുകൾക്ക് ഭക്ഷണം ഉണ്ടാക്കി കൊടുക്കുക എന്ന് പറയുക, അത് നല്ലതാണെന്ന് കേൾക്കുക, അല്ലെങ്കിൽ അതിൻ്റെ ഒരു ഫീഡ്ബാക്ക് കിട്ടിയിട്ട് അത് ഇമ്പ്രൂവൈസ് ചെയ്യാൻ പറ്റുക, അതൊരു ചലഞ്ചിങ് ആയിട്ടുള്ള ഒരു മേഖലയാണ്. അപ്പം അതിനോടൊപ്പം തന്നെ ഇതിൻ്റെ പാട്ടായിട്ട് ആ ഒരു രീതിയിൽ നിന്നുകൊണ്ട് പോകുന്നതുകൊണ്ട് ഇതെല്ലാം ഒരു വലിയൊരു ബൈച്ചേട്ടൻ ചോദിച്ച പോലെ ഇത് എങ്ങനെ മാനേജ് ചെയ്യുന്നത് വെച്ചാൽ അതൊരു പ്രയാസമുള്ളൊരു കാര്യം തന്നെയാണ്. പക്ഷേ അത് നേരത്തെ പറഞ്ഞ പോലെ നമുക്ക് നല്ലൊരു ടീമും കാര്യങ്ങളും അതിൻ്റെ ഒരു ഗ്രൂപ്പ് ഓഫ് നല്ല ഒരു പാർട്ട്ണർഷിപ്പായിട്ടുള്ള ആൾക്കാരും അതിൻ്റെ കൂടെ, ഞാനിതിനെ ഒരു മെൻറ്റർ ചെയ്ത് എൻ്റെ മുമ്പിൽ നിൽക്കുന്നു എന്ന് മാത്രമാണ്. ഇപ്പം എൻ്റെ ഒരു തുടക്കം എന്ന നിലയിൽ ഇതിനെ ഒരു ബിൽഡ് ചെയ്തു. കുറേ വർഷത്തെ എക്സ്പീരിയൻസ് കൊണ്ടിട്ട് നമ്മളൊരു ഡൊമൈൻ എക്സ്പെർട്ട് ആയി കഴിഞ്ഞാൽ, അല്ലെങ്കിൽ ഭക്ഷണം ഉണ്ടാക്കുന്നത് ഒരു ഷെഫ് എന്ന നിലയിൽ ഞാൻ വന്നത് ഒരു വളരെ സാധാരണ താഴെ നിന്നുള്ള ഒരു കുക്കിംഗ് എന്നും അറിയാതെ ഉള്ളി തൊലിച്ച് തുടങ്ങി, പിന്നീട് അതിൻ്റെ ബാലപാഠങ്ങൾ പഠിച്ച് വലിയ വലിയ ഷെഫ്മാരുടെ കീഴിലൊക്കെ പണിയെടുക്കുകയും വലിയ വലിയ കമ്പനിയിൽ ജോലി ചെയ്ത് അവരുടെ ഒരു ബിസിനസ് ഓപ്പർച്യൂണിറ്റിയെക്കുറിച്ചും അല്ലെങ്കിൽ അതിൻ്റെ ഒരു മാനേജ്മെൻറ്റ് സ്കിൽസിനെ കുറിച്ചൊക്കെ കുറച്ച് അറിവുകൾ കിട്ടുകയൊക്കെ ചെയ്തതിന് ശേഷം ഒരു 30 years കഴിഞ്ഞിട്ടൊരു ബിസിനസ് തുടങ്ങുമ്പോൾ ഉണ്ടാകുന്ന കുറേ അഡ്വാൻറ്റേജസിൻ്റെ യൂസ് ചെയ്തെന്നുള്ളതാണ്. അപ്പോൾ ആ രീതിയിൽ നല്ലൊരു ടീമിനെ ഡെവലപ്പ് ചെയ്തിട്ട് അതിൻ്റെ പ്രോസസ്സ് ഓറിയൻറ്റഡ് ആയിട്ട് നമ്മൾ മുന്നോട്ട് കൊണ്ടുപോവാണ്. ഇപ്പോൾ ഒരു ഷെഫ് എന്ന നിലയിൽ 30 years ആയെങ്കിൽ ഒരു എൻ്റർപ്രണർ എന്ന നിലയിൽ ജസ്റ്റ് ഒരു 36 മാസമായിട്ടേ ഉള്ളൂ. അപ്പോൾ ഞാനും അതിൻ്റെ കാര്യങ്ങൾ ഇങ്ങനെ പഠിച്ചു വരികയാണ്. അപ്പോൾ അതിൽ കുറേ ബ്ലെസ്ഡ് ആയിട്ടുള്ള കുറേ നല്ല നല്ല ആൾക്കാരുടെ ഒരു പാർട്ടിസിപ്പേഷനിൽ കുറേ കാര്യങ്ങൾ വരുന്നു. ഇനി ഒരുപാട് കാര്യങ്ങൾ ചെയ്യാനുണ്ടെന്നുള്ള ഒരു തോട്ടാണ്. അപ്പം നവീകരിക്കുക എന്നുള്ളത് എവറി ഡേ, നമ്മൾ ഒരിക്കലും ഒരു കാര്യത്തിൽ എത്രയൊക്കെ ചെയ്താലും പെർഫെക്ഷൻ ഇല്ല എന്നുള്ളതാണ്. എവറി ടൈം നമുക്കൊരു റൂം ഫോർ ഇമ്പ്രൂവ്മെൻ്റ് ഉണ്ട്. അതിനുള്ളൊരു മൈൻഡ് സെറ്റും അതിനുള്ളൊരു മൈൻഡ് സെറ്റ് നമ്മൾ ഉണ്ടാക്കി വെക്കുക എന്ന് മാത്രമാണ്. എന്തിനേയും അഡാപ്റ്റ് ചെയ്യാൻ പറ്റുക, ഏതൊരു ചലഞ്ചിങ് സമയത്തിലും നമ്മൾ ഫേസ് ചെയ്യാനുള്ള ഒരു ധൈര്യം, അല്ലെങ്കിൽ അതിനകത്ത് പിടിവിട്ട് പോകുന്ന ഗായത്രി നേരത്തെ പറഞ്ഞ പോലെ ബിസിനസ് എന്ന് പറഞ്ഞൊരു വേറൊരു തരം സംഭവമാണ്. അത് ചെയ്യുന്നവർക്ക് മാത്രം, ഒരുപക്ഷെ ഈ കൂട്ടത്തിൽ ബിസിനസ് ചെയ്യുന്നവരുണ്ടാവാം, അല്ലെങ്കിൽ ബിസിനസ് ചെയ്യാൻ ആഗ്രഹിക്കുന്നവരുണ്ടാവാം, അല്ലെങ്കിൽ ചെയ്തിട്ട് പരാജയപ്പെട്ടവരുണ്ടാവും, നല്ല രീതിയിൽ പോകുന്നുണ്ട്. അപ്പോൾ ഇത് ആ ഒരു സംരംഭകം എന്ന് പറയുന്നത് എന്നും ചലഞ്ചുകൾ ഫേസ് ചെയ്യാൻ റെഡി ആയിട്ട് നിൽക്കുന്നവർക്ക് മാത്രമാണ് അതിനകത്ത് സക്സീഡ് ചെയ്യാൻ പറ്റുക. ആ രീതിയിൽ ആ ഒരു ലാസ്റ്റ് 3 years എന്നെ പേഴ്സണലി ഒന്ന് അനലൈസ് ചെയ്യുമ്പോൾ തന്നെ ഏറ്റവും നല്ല സമയവും മോശം സമയവും അല്ലാതുള്ളതൊക്കെ കടന്നു പോയിട്ടുണ്ട്. അപ്പോൾ അതിനെയൊക്കെ എങ്ങനെ അതിജീവിക്കാൻ പറ്റുക, അതിൻ്റെ ആ ഒരു സ്ട്രോങ് മൈൻഡ് സെറ്റ് ഉണ്ടാക്കിയെടുക്കുക എന്നുള്ളതാണ്. അപ്പോൾ അത് ഇങ്ങനെ കൊണ്ടുപോകുന്നു. അതിൻ്റെ കൂടെ ചെയ്യാൻ പറ്റുന്ന കാര്യങ്ങൾ, ഐ ബിലീവ് 1 ലൈഫാണ്. ആ ഒരു ലൈഫിൽ എന്തൊക്കെ നിങ്ങൾക്ക് ചെയ്യാൻ പറ്റുമോ അതെല്ലാം ഒന്ന് എക്സ്പ്ലോർ ചെയ്ത് പോവുക. അപ്പോൾ അതിൻ്റെ ഭാഗമായിട്ട് ഇത് ഏറ്റവും വലുത് ഞാനത് ശരിക്കും എൻജോയ് ചെയ്യുന്നുള്ളതാണ്. അപ്പോൾ ഈ ചുരുക്കം പറഞ്ഞാൽ, ഒരു ദിവസം ഗായത്രി ഒരു ലൊക്കേഷൻ ചെല്ലുന്നു നായികയായിട്ട് അഭിനയിക്കാൻ. ആരാണ് നായകൻ എന്ന് ചോദിക്കുമ്പോൾ ഷെഫ് പിള്ളയാണ് എന്ന് വേണമെങ്കിൽ സംഭവിക്കാവുന്നൊരവസ്ഥയിലാണ് കാര്യങ്ങൾ നിൽക്കുന്നത്. അപ്പോൾ ഗായത്രിയെ സംബന്ധിച്ച് എന്താണ് ഒരു ഡ്രീം ഡെസ്റ്റിനേഷൻ, അല്ലെങ്കിൽ ഏത് തരത്തിലുള്ള യാത്രകളാണ് ഇനിയിപ്പം ചെയ്യാൻ പോകുന്നത്? ഞാൻ യാത്ര ചെയ്യാത്തത് നോർത്ത് ഈസ്റ്റിലേക്കാണ്. ഇന്ത്യയിൽ നോക്കുകയാണെങ്കിൽ എനിക്ക് നോർത്ത് ഈസ്റ്റിലേക്ക് യാത്ര പോകണം എന്നാണ് എൻ്റെ അടുത്തൊരു ലക്ഷ്യം. അതേപോലെ തന്നെ ഞാൻ എപ്പോഴും പോകണം എന്ന് ആഗ്രഹിക്കുന്നത് സ്വിറ്റ്സർലാൻഡാണ്. അപ്പം ഇത് രണ്ടുമാണ് എൻ്റെ ഒരു ഡ്രീം ഡെസ്റ്റിനേഷൻ. പിന്നെ ഈ നേരത്തെ സുരേഷ് പറഞ്ഞ പോലെ തന്നെ കേരളത്തിൽ തന്നെ നമ്മൾ എത്ര നാൾ യാത്ര ചെയ്താലും കണ്ടു തീരാത്ത അത്ര സ്ഥലങ്ങളുണ്ട്. അപ്പം കേരളത്തിൽ സത്യം പറഞ്ഞാൽ എനിക്ക് തോന്നുന്നു ഏറ്റവും കുറവ് ഞാൻ എക്സ്പ്ലോർ ചെയ്തിട്ടുള്ളതും കേരളത്തിലെ അത്തരം സ്ഥലങ്ങളാണ്. അപ്പം അങ്ങനെ ഉള്ള സ്ഥലങ്ങളും കേരളം കുറച്ചുകൂടെ കണ്ടറിയണം എന്നുണ്ട്. അതുപോലെ തന്നെ മറ്റൊരു ചോദ്യമുള്ളത്, ഇപ്പോൾ നമ്മൾ ആരോഗ്യകരമായ ഭക്ഷണങ്ങളിലേക്ക് പോവുകയാണ്. ഇപ്പോൾ എന്നെ സംബന്ധിച്ച് നോക്കുകയാണെങ്കിൽ, ഇപ്പം വീട്ടിൽ എൻ്റെ ഭാര്യ രാത്രിയിൽ മില്ലറ്റ് ദോശ മാത്രമേ കഴിപ്പിക്കുന്നുള്ളൂ. അങ്ങനെയുള്ളപ്പോൾ സുരേഷ് പിള്ളയുടെ റെസ്റ്റോറൻറ്റിലേക്ക് പോകാൻ പറ്റാത്തൊരവസ്ഥയിലാണ് ഞാനിപ്പോൾ ഡിന്നർ കഴിക്കാൻ. ഇതിപ്പം ലോകവ്യാപകമായിട്ട് ഈ കോവിഡിന് ശേഷം അങ്ങനെ ഒരു മാറ്റം സംഭവിക്കുന്നുണ്ടല്ലോ. അത് എത്രത്തോളം മനസ്സിലാക്കിയിട്ടുണ്ട്? എന്തായാലും അധികവും കൊളസ്ട്രോളൊക്കെ വരാവുന്ന ഫുഡാണ് ഷെഫ് പിള്ളയുടെ റെസ്റ്റോറൻറ്റുകളുള്ളത്. അപ്പോൾ ഞങ്ങളെപ്പോലുള്ളവരൊക്കെ വിട്ടു നിൽക്കുന്നത് നിങ്ങളെ ബാധിക്കുന്നുണ്ടോ? തീർച്ചയായിട്ടും അതൊരു ഭയങ്കരമായിട്ടൊരു മാറ്റം നമുക്ക് അറിയാം. പണ്ട് ഒരു റെസ്റ്റോറൻറ്റ്സിലെ ഏറ്റവും വലിയ
ബിസിനസ് എന്ന് പറയുന്നത് ഡിന്നർ എന്ന് പറയുന്നൊരു സംഭവമാണ്. അപ്പോൾ ഈ ഏറ്റവും കൂടുതൽ ഒരു കച്ചവടം ഒരു റെസ്റ്റോറൻറ്റ്സിൻ്റെ ലഞ്ച് അല്ലെ ബ്രേക്ക്ഫാസ്റ്റ് ലഞ്ച് ഡിന്നർ എന്ന് പറഞ്ഞൊരു 3 രീതിയിലാണ് ഇതിനെ ഒരു റവന്യൂ പോയിന്റ് നമ്മൾ എപ്പോഴും കാൽക്കുലേറ്റ് ചെയ്യുക. അപ്പോൾ ബ്രേക്ക്ഫാസ്റ്റിനൊരു കച്ചവടം ഉണ്ടാവും, ലഞ്ചിനൊരു ബിസിനസ് ഉണ്ടാവും, ഡിന്നറാണ്. കാരണം ലഞ്ച് എന്ന് പറഞ്ഞൊരു 12 മണി മുതൽ 3 മണി വരെയുള്ള ഒരു 3 മണിക്കൂർ സമയം മാത്രമാണ്. അപ്പോൾ അതിനകത്ത് ആ ഒരു റെസ്റ്റോറൻറ്റ് ഒരു 100 സീറ്റുള്ള റെസ്റ്റോറൻറ്റിൽ മാക്സിമം നിങ്ങൾക്ക് ചെയ്യാൻ പറ്റിയ ഫുൾ അതിൻ്റെ ഒരു ഒക്യുപ്പൻസി ആണ് ഒരു 300 പേർക്കാണ്. പക്ഷേ ഡിന്നർ എന്ന് പറഞ്ഞൊരു 5 മണി മുതൽ 7 മണി വരെയുള്ള ഒരു പീക്ക് ടൈം, അതായത് അത്രയും ലോങ് അവേഴ്സിൽ നിങ്ങൾക്ക് ഇതേ 100 സീറ്റുള്ള റെസ്റ്റോറൻറ്റിൽ 500 പേരെ ഇരുത്തി കഴിപ്പിക്കാം, അവിടെ അത്ര ആളുണ്ടെങ്കിൽ. അപ്പം എപ്പോഴും ഒരു ബിസിനസ്സിൻ്റെ ഏറ്റവും കൂടുതൽ ഒരു ആളുകൾ കണ്ടുകൊണ്ടിരുന്നത് ഒരു കോവിഡിന് മുമ്പ് വരെ ഒരു ഡിന്നർ ബിസിനസ് വെച്ചിട്ടാണ് റെസ്റ്റോറൻറ്റ് റവന്യൂ ഒക്കെ. ഇപ്പോൾ ഒരു കഴിഞ്ഞ 2 വർഷമായിട്ട് ഒരു കേരളത്തിലെ നമ്മുടെ തന്നെ റെസ്റ്റോറൻറ്റ്സിൻ്റെ മൊത്തത്തിലൊരു ഡാറ്റ എടുത്തു കഴിഞ്ഞാൽ യൂഷ്വലി ഇത് തിരിച്ചു വന്നിരിക്കുന്നു. അപ്പോൾ ലഞ്ചിന് കൂടുതൽ ഭക്ഷണം കഴിക്കുകയും അത്താഴം കഴിക്കുന്നത് അതിൻ്റെ ഒരു ആവറേജ് സ്പെൻഡ് എന്ന് പറഞ്ഞാൽ നോർമലി ഒരു 300 രൂപയ്ക്ക് ഒരാൾ ഒരു ലഞ്ച് കഴിക്കാനായിട്ട് അവരുടെ ഒരു ബില്ല് ഉണ്ട്. അത് നേരെ മറിച്ച് അവരൊരു 400-450 എത്തുകയും ഇപ്പോൾ സാധാരണഗതിയിൽ ഒരാളൊരു ഡിന്നർ വരുമ്പോൾ ഈ കുറച്ചുകൂടെ ജോലിയൊക്കെ കഴിഞ്ഞ് സമയമുണ്ട്, വന്നിരുന്ന് ഇഷ്ടമുള്ള ഭക്ഷണമൊക്കെ ഓർഡർ ചെയ്ത് ഒരു 500-600 രൂപ സ്പെൻഡ് ചെയ്യുന്നൊരു സമയത്ത് ഇപ്പോൾ അത് തിരിച്ചതിൻ്റെ ഒരു ഡാറ്റ എടുത്ത് നോക്കിക്കഴിഞ്ഞാൽ ഡിന്നറിൻ്റെ ആവറേജ് സ്പെൻഡ് നമ്മൾ APC എന്ന് പറയുന്നത് താരതമ്യേന ഒരു 30%-ഓ 25%-ഓ കുറഞ്ഞിരിക്കുകയാണ്. അതിൻ്റെ അർത്ഥം ആളുകൾക്ക് രാത്രിയിൽ അധികം ഭക്ഷണം കഴിക്കാൻ പറ്റുന്നില്ല എന്നുള്ള ഒരു കാരണം. അല്ലെങ്കിൽ പണ്ട് കഴിച്ചിരുന്ന പോലെ ഒരു ബ്രേക്ക്ഫാസ്റ്റ് ചിലർ സ്കിപ്പ് ചെയ്യുന്നു, ഉച്ചയ്ക്ക് എന്തായാലും നന്നായിട്ട് കഴിക്കുന്നുണ്ട്, അതിനുശേഷം ഒരു ആരോഗ്യം നോക്കുന്ന രീതിയിൽ സാലഡിലേക്ക് ചുരുക്കുന്നു, അല്ലെങ്കിൽ ഒരു സൂപ്പിലേക്ക് കഴിക്കുന്നു, അല്ലെങ്കിൽ 1 ഓഫ് ടൈം ഏതെങ്കിലും ഒരു കറി വാങ്ങിച്ച് 3 പേര് ഷെയർ ചെയ്ത് കഴിക്കുന്ന രീതിയിൽ നമ്പർ ഓഫ് കവേഴ്സിനുള്ളൊരു കുറവുണ്ടായിട്ടില്ല. നമുക്കിപ്പോൾ ഒരു 500 കവർ വരുന്ന ഒരു റെസ്റ്റോറൻറ്റിൽ 450 അല്ലെങ്കിൽ 500-550 എത്തിയാലും പഴയ ആ APC-യിലേക്ക് എത്താത്തതിൻ്റെ ഒരു കാര്യം ഒരു 2 വർഷമായിട്ട് നമ്മൾ അനലൈസ് ചെയ്തപ്പം ആളുകൾ രാത്രിയിലുള്ള ഭക്ഷണം പൂർണ്ണമായിട്ടും കഴിച്ചുകൊണ്ടിരുന്നതിൻ്റെ ഒരു കൺസെപ്ഷൻ എന്ന് പറഞ്ഞ രീതിയിലേക്ക് വളരെ കുറഞ്ഞു വന്നിരിക്കണം. അപ്പോൾ അത് തീർച്ചയായിട്ടും അവരൊരു ഹെൽത്ത് നോക്കുന്ന രീതിയിൽ, അത് നമ്മളെ സംബന്ധിച്ച് ഒരു റവന്യൂവിൻ്റെ പ്രശ്നമാണെങ്കിലും മൊത്തത്തിലുള്ള ജനങ്ങളുടെ ഒരു ആരോഗ്യം നോക്കുന്ന രീതിയിൽ നല്ല ഒരു കാര്യമായിട്ടാണ് കാണുക. പക്ഷെ അതെന്താണ് അതിൻ്റെ ഒരു ആളുകൾക്ക് പണ്ട് കഴിക്കാൻ പറ്റുന്നത്ര ഒരു രീതിയിലേക്ക് ഭക്ഷണം കഴിക്കാൻ പറ്റുന്നില്ല. പണ്ട് 1 കിലോ അരി എന്ന് പറഞ്ഞാൽ 5 പേർക്കാണ്. നമ്മൾ സദ്യ ഉണ്ടാക്കുമ്പോൾ 1000 പേരുടെ ഒരു കല്യാണമാണെങ്കിൽ അതിൻ്റെ ഒരു കുറിപ്പ് എഴുതുമ്പോൾ 5 പേർക്ക് 1 കിലോ അരി എന്ന് വരെയാണ്. ഇപ്പോൾ അത് 1 കിലോ അരി 10 പേർക്ക് 12 പേർക്ക് നമുക്ക് വിളമ്പാൻ പറ്റുന്നു. അപ്പോൾ അതിൻ്റെ അർത്ഥം നിങ്ങൾക്ക് പണ്ട് കഴിച്ച രീതിയിലുള്ളൊരു കൺസെപ്ഷനിൽ അത്രയും റൈസോ അത്രയും ഒരു പ്രോട്ടീനോ എടുക്കാൻ പറ്റുന്നില്ല എന്നുള്ളതാണ്. അത് ലഞ്ചിലും ഇനിയൊരു 5 വർഷം കഴിഞ്ഞാൽ ഇപ്പം കഴിച്ചതിനേക്കാട്ടിലും വളരെ കുറച്ച് ഭക്ഷണം കഴിക്കുന്ന രീതിയിലേക്ക് വരുന്നു. മോഡേൺ ടെക്നോളജിയിൽ കൃത്യമായിട്ട് ഇപ്പം തന്നെ ക്യാപ്സൂളിൽ ഭക്ഷണം ഓരോ ആൾക്കാർ എത്രയൊക്കെ പണമൊക്കെ ഉണ്ടായാലും ചിലർ ക്യാപ്സൂൾ മാത്രം കഴിച്ചിട്ട് പറ്റും. അതൊക്കെ എങ്ങനെ ജീവിക്കാൻ പറ്റും എന്നുള്ളത് എനിക്കൊന്നും ചിന്തിക്കാൻ പോലും പറ്റില്ല. ഇപ്പം ഒരു മീൻകറിയും ചോറും ഒക്കെ കഴിച്ച ഒരാളുടെ അടുത്ത് ഇനി നമ്മളുടെ ഒരു ലൈഫ് AI മറ്റേതൊക്കെ വന്ന് നിങ്ങൾക്കൊരു 70 വയസ്സോ 80 വയസ്സോ വരെ ജീവിച്ചിരിക്കേണ്ട ആളൊരു 120 വയസ്സോ അല്ലെ 150 വയസ്സോ വർഷക്കാലം ഈ ഭൂമിയിൽ ജീവിക്കുന്ന ഒരു ടെക്നോളജിയിലേക്കൊക്കെ എത്തുമ്പം ഇതുപോലെ പൊറോട്ട ഇറച്ചിയൊന്നും കഴിക്കാൻ പറ്റുന്നില്ല. അപ്പോൾ അതിനൊക്കെ അവൈലബിൾ ആയിട്ടുള്ള ക്യാപ്സൂൾ തന്നായിരിക്കും കഴിക്കുക. അപ്പോൾ നിങ്ങൾക്കൊരു ഊണ് കഴിച്ച സംതൃപ്തിയിൽ ഒരു ക്യാപ്സൂൾ തരുമ്പം അതിൻ്റെ ഫ്ലേവർ എല്ലാം കൂടെ രസത്തിൻ്റെയും മോരുകറിയുടെ ഒക്കെ ഫ്ലേവറുള്ള ആ ക്യാപ്സൂളൊക്കെ കഴിച്ച് നിങ്ങൾ ജീവിക്കേണ്ടി വരും. അപ്പോൾ ഒന്ന് ആലോചിച്ച് നോക്കും, നമ്മൾ അതൊക്കെ മിസ് ചെയ്തിട്ട് അങ്ങനെ ഒരു 150 വർഷം ജീവിക്കണോ, അല്ലെ രുചികരമായ നമ്മുടെ നാട്ടിലെ ഈ ഭക്ഷണമൊക്കെ കൈവച്ച് വിളമ്പി അല്ലെങ്കിൽ കൈവച്ച് മീൻകറിയൊക്കെ പെരട്ടി കഴിച്ചിട്ട് കഴിക്കണമെന്നൊക്കെ ഉള്ളത് നമ്മുടെ പേഴ്സണൽ ചോയ്സാണ്. എന്തായാലും ഇതൊക്കെ മാറ്റം വരും. ഇന്ന് കഴിക്കുന്ന ഭക്ഷണത്തിൻ്റെ അളവുകൾ ഓരോ വർഷം തോറും നിങ്ങൾ കുറഞ്ഞുകൊണ്ട് വരുന്ന ഒരു ട്രെൻഡിലേക്കാണ് നമ്മൾ പോകുന്നത്. സുരേഷ്, ഞാനൊരു കാര്യം ചോദിച്ചോട്ടെ. സുരേഷ്, അങ്ങനെ എന്തെങ്കിലും പ്രത്യേക ഡയറ്റ് ഫോളോ ചെയ്യോ, ഫുഡിൽ അങ്ങനെ കൺട്രോളോ ഒക്കെ ഉണ്ടോ, അങ്ങനെ പറ്റാറുണ്ടോ? അങ്ങനെ കൺട്രോൾ പറ്റുന്നില്ല. പക്ഷെ ഇപ്പോഴത്തെ ഈ ഒരു ട്രാവലും കാര്യങ്ങളൊക്കെ ആവുമ്പോൾ കഴിക്കാൻ സമയം അല്ല, ഇപ്പൊ ഒരു നിങ്ങൾക്ക് തന്നെ അറിയാം, ഞാനിപ്പോ പോകുന്ന ഒരു എൻ്റെ ഒരു പേഴ്സണൽ നോക്കിക്കഴിഞ്ഞാൽ നമുക്ക് ഇത്രയും റെസ്റ്റോറൻറ്റ്സ് ഉണ്ട്. ഞാൻ എവിടെ പോയാലും ആളുകൾ ഭക്ഷണം കൊണ്ടുവന്ന് തരും. അപ്പോൾ അതൊരു ഭയങ്കര ഒരു പ്രിവിലേജ് കിട്ടിയ ഒരാളാണ്. അത് ഏതൊരു വീട്ടിൽ പോയാലും ഇപ്പോൾ ഷെഫ് ഉള്ളവരെന്ന് പറയുമ്പോൾ അവർ വീട്ടിലുണ്ടാക്കുന്നതിനെക്കാട്ടി കൂടുതൽ സാധനങ്ങളൊക്കെ ഉണ്ടാക്കി തരും, നമ്മളെ സൽക്കരിക്കും, ഭയങ്കര സന്തോഷമാണ്. അപ്പോൾ അതൊക്കെ കാണുമ്പോൾ നമുക്ക് എന്നും ഫുഡിൻ്റെ ഉള്ളിലാണ്. ഓരോ ദിവസവും നമ്മളൊരു റെസ്റ്റോറൻറ്റിൽ, നമ്മുടെ റെസ്റ്റോറൻറ്റിൽ തന്നെ പോയി കഴിഞ്ഞാൽ ഞാൻ വരുന്ന പറഞ്ഞാൽ അവർ പുതിയ ഡിഷുകൾ ട്രൈ ചെയ്യും ടേസ്റ്റിങ്ങിന് വേണ്ടിയിട്ട്. അപ്പം ഒരു മിനിമം ഒരു 4, 5, 6 ഡിഷുകളൊക്കെ പുതിയതൊക്കെ നമ്മൾ ഏകദേശം 400ഓളം ഷെഫുമാർ ഇപ്പോൾ ജോലി ചെയ്യുന്നുണ്ട്. അപ്പോൾ ഇവരെയൊക്കെ കൺസിസ്റ്റൻ്റായിട്ട് നമ്മൾ ഓരോടത്ത് പോകുമ്പോൾ അവരുടെയൊക്കെ ഓരോ സ്പെഷ്യാലിറ്റി അവർ റിസർച്ച് ചെയ്ത് കുറേ ഡിഷുകൾ കൊണ്ട് ടേസ്റ്റ് ചെയ്യണം. അപ്പോൾ ഇഷ്ടംപോലെ ഭക്ഷണത്തിൻ്റെ നടുവിലാണ് ജീവിക്കുന്നത്. അപ്പോൾ ആ ഒരു ഭാഗ്യം എന്ന് പറയുന്നത് ഭയങ്കര രസമാണ്. ചില സമയം നമുക്ക് ഇതൊന്നും കഴിക്കാൻ പറ്റണമെന്നില്ല. എന്തായാലും ഇനിയിപ്പോൾ ഈ ഫിഷ് നിർവ്വാണ പോലെ മില്ലറ്റ് നിർവ്വാണ എന്നൊക്കെ പറയുന്ന പുതിയ ഡിഷൊക്കെ വേണ്ടി വരും തോന്നുന്നു. അപ്പോൾ നമുക്ക് ഈ വിഷയ വൈവിധ്യമുള്ള രണ്ടുപേരായതുകൊണ്ട് തന്നെ വേറൊരു വിഷയത്തിലേക്ക് പോകാം. അതായത് നമ്മൾ ഈ നേരത്തെ നമ്മൾ വന്നപ്പോൾ കണ്ടതുപോലെ ദീപ്തി ദീപ്തി എന്ന് എല്ലാവരും വിളിക്കുന്നുണ്ടല്ലോ.
അപ്പൊ എനിക്ക് തോന്നിയത് നമ്മൾ അവിടുന്ന് ഇവിടം വരെ സഞ്ചരിച്ചപ്പോഴത്തേക്ക് എല്ലാവരും ദീപ്തി എന്നാണ് വിളിച്ചത്. അതെ. അപ്പൊ ഈ സീരിയൽ എന്ന് പറയുന്നത് നമ്മൾ വിചാരിക്കുന്നത് വീട്ടിൽ അമ്മമാരോ വൈകുന്നേരം അത്താഴം വെച്ച് കഴിഞ്ഞിരുന്ന് കാണുന്ന ഒരു സംഭവം എന്നുള്ളതാണ്. പക്ഷെ എനിക്ക് തോന്നിയത് അങ്ങനെയല്ലാതെ വളരെ ചെറുപ്പക്കാരും ഒക്കെ ഇത് കണ്ട് ദീപ്തി എന്ന് വിളിക്കുന്നുണ്ടായിരുന്നു. ഈ പരസ്പരം എന്ന് പറയുന്ന ആ സീരിയൽ വഴി ഉണ്ടായ ഇത്തരത്തിലുള്ള അനുഭവങ്ങളുണ്ടല്ലോ, അതിൽ ഞെട്ടിപ്പോയ അനുഭവങ്ങളുണ്ടോ? അതായത് സീരിയൽ ഒരിക്കലും കാണില്ല എന്നൊക്കെ ആലോചിച്ചിരുന്നവരൊക്കെ കണ്ടിട്ട് അതിനെപ്പറ്റി സംസാരിച്ച് അങ്ങനത്തെ അനുഭവങ്ങളൊക്കെ ഉണ്ടായിട്ടില്ലേ? ഉണ്ട്, ഇന്നുൾപ്പെടെ ഉണ്ടായി എന്നുള്ളതാണ്. അപ്പം ഞാൻ അവിടെ ലോഞ്ചിൽ ഇരിക്കുമ്പോൾ എം മുകുന്ദൻ സാറ് വന്നു, എല്ലാവരും ഫോട്ടോ എടുക്കുന്നു. ആരും എൻ്റെ അടുത്ത് ഫോട്ടോ എടുത്ത് ഞാൻ തിരിഞ്ഞപ്പോൾ അദ്ദേഹം പോയി. അപ്പം എനിക്ക് ഭയങ്കര ആഗ്രഹം ഉണ്ടായിരുന്നു കൂടെ നിന്ന് ഫോട്ടോ എടുക്കണം. അപ്പം ഞാൻ പോകാൻ ഇറങ്ങുമ്പോൾ അവിടെ വെളിയിൽ ഇരിക്കുന്നുണ്ട് ശ്രീ സച്ചിദാനന്ദൻ, അദ്ദേഹം രണ്ടുപേരും കൂടെ ഇരിക്കുകയാണ്. അപ്പം ഞാൻ ചെന്നപ്പോൾ ഞാൻ വിചാരിക്കുന്നത് ഞാൻ ഗായത്രി എന്നാണ് എൻ്റെ പേര്, ഞാൻ എൻ്റെ ഒരു പുസ്തകം റിലീസാവുന്നുണ്ട്. അപ്പം എന്നെ കണ്ടപ്പോൾ ഉടനെ അതെ നമ്മുടെ പരസ്പരം, ഞാൻ ഞെട്ടിപ്പോയി. അദ്ദേഹത്തിൻ്റെ ഭാര്യയായി പരിചയപ്പെട്ടു, സീരിയൽ കാണാറുണ്ടെന്ന് പറഞ്ഞു. അതുപോലെ തന്നെ സുകുമാരി ടീച്ചറിന് ഇൻ്റർവ്യൂ ചെയ്യാൻ പോകുമ്പോഴും ഞാനിങ്ങനെ ഭയങ്കര പ്രിപ്പറേഷനൊക്കെ ആയിട്ട് പോയിട്ട് അവിടെ ചെന്നപ്പം എന്നെ കണ്ട ഉടനെ അന്തസ്സുള്ള IPS കാരി, ഞാൻ എന്നും കാണാറുണ്ട്. ONV കുറുപ്പ് സാറ്, അദ്ദേഹത്തിൻ്റെ കൊച്ചുമോൾ എന്നോട് പറഞ്ഞു, അദ്ദേഹം എന്നും 9 മണിക്കായിരുന്നു സീരിയൽ, എന്നും അദ്ദേഹവും ഭാര്യയും കൂടെ 9 മണിയാകുമ്പോൾ മുറിയിൽ നിന്ന് TV-യുടെ ഫ്രണ്ടിൽ വരും, സീരിയൽ കാണും, അത് പരസ്പരം കഴിഞ്ഞ ഉടനെ TV ഓഫ് ചെയ്യും, രണ്ടുപേരും മുറിയിലേക്ക് പോകും എന്ന് അവരുടെ ഒരു പതിവായിരുന്നു. ONV കുറുപ്പ് സാറ് മരിച്ചതിന് ശേഷം പിന്നെ അദ്ദേഹത്തിൻ്റെ ഭാര്യ TV-യെ കണ്ടിട്ടില്ല. കാരണം അവർ രണ്ടുപേരുടെയും കൂടെയുള്ളൊരു ഓർമ്മയായിരിക്കാം ചിലപ്പം. അപ്പം എന്നെ കൊച്ചുമോള് ഇതുപോലെ അപർണ എന്നെ കണ്ടപ്പോൾ പറഞ്ഞു, അപ്പം സ്ഥിരം കണ്ടുകൊണ്ടിരുന്ന സീരിയലാണ് എന്ന്. അങ്ങനെ എനിക്ക് ഇതുപോലുള്ള നമ്മൾ ഒട്ടും പ്രതീക്ഷിക്കാത്ത ആളുകൾ സീരിയൽ കണ്ടിട്ട് വന്ന് പരിചയപ്പെടുകയും സംസാരിക്കുകയൊക്കെ ചെയ്യാറുണ്ട്. ഭയങ്കര ഒരു സന്തോഷമാണ്. അത് എത്ര എപ്പിസോഡ് ഉണ്ടായിരുന്നു ആ സീരിയൽ? സീരിയൽ ചരിത്രമാണ്. അത് ഏറ്റവും ലോങ്സ്റ്റ് പോയ സീരിയലാണ്. 1524 എപ്പിസോഡ് ഉണ്ടായിരുന്നു. 5.5 വർഷം ഉണ്ടായിരുന്നു സീരിയല്. മോൾക്ക് 2.5 വയസ്സേ ഉണ്ടായിരുന്നുള്ളൂ തുടങ്ങിയപ്പോൾ. ശരി. അപ്പൊ ഈ സീരിയൽ എന്ന് പറയുന്നത് രണ്ടാം തരം ഒരു സംഭവമായിട്ടാണല്ലോ പൊതുവെ കണക്കാക്കപ്പെടുന്നത്. അപ്പൊ ദീപ്തി ഇനി ഇപ്പൊ ഇങ്ങനെ ഒരു 1500 എപ്പിസോഡുള്ള സീരിയലിന് ഞാൻ ഇവിടെ പരസ്പരം കണ്ടിട്ടുള്ള സത്യമാണ് കേട്ടോ. എങ്കിൽ പോലും ഈ പറഞ്ഞ നമുക്ക് അറിയാമല്ലോ. എങ്കിലും ഞാൻ ചോദിക്കുകയാണ്, ഇനി അങ്ങനെ ഒരു സീരിയൽ 1500 എപ്പിസോഡിന്റെ ഒരു സീരിയലിൽ വിളിച്ചാൽ ഗായത്രി പോവോ? ദീപ്തി 1500 എപ്പിസോഡെന്നും പറഞ്ഞ ഒരു സീരിയലും വരില്ല. ആളുകൾക്ക് ഇഷ്ടമുണ്ടെങ്കിൽ മാത്രമാണ്. ഇവര് ആ പരസ്പരം എന്ന് പറഞ്ഞാൽ, ഞാനിത് പറയാൻ കാര്യം ഞാനിപ്പോ 1-2 സീരിയലൊക്കെ ആയിട്ട് ബന്ധപ്പെട്ടുകൊണ്ടാണ്. ഒരു സീരിയൽ അല്ലെങ്കിൽ ഇപ്പൊ ഒരു സിനിമ പോലും ഒരു 1 ലൈൻ കേട്ടിട്ടാണല്ലോ ഡെവലപ്പ് ആവുക. ഇപ്പൊ ഒരു സീരിയലിന്റെ പ്രൊജക്ട് അവർ ഉദ്ദേശിക്കുന്ന ഒരു 100 എപ്പിസോഡ്, പിന്നീട് പ്രേക്ഷകർ അത്രമാത്രം സപ്പോർട്ട് ചെയ്തുകൊണ്ട് മാത്രം സംഭവിച്ചാണ് 1500. അല്ലാതെ ഒരു ചാനലിനോ അല്ലെങ്കിൽ ഒരു പ്രൊഡ്യൂസറോ വിചാരിച്ചാൽ 1500 എപ്പിസോഡുള്ള ഒരു സീരിയൽ ചെയ്യാന്ന് ലോകത്ത് ഒരിക്കലും ചെയ്യാൻ പറ്റില്ല. ഞാൻ മൈജനോട് പറഞ്ഞു, ഞാൻ മാതൃഭൂമിയിലായിരുന്നു, അവിടെ 1 വർഷം ലീവ് എടുത്ത്. എൻ്റെ ധാരണ 1 വർഷം കൊണ്ടൊക്കെ തീരും. 1 വർഷം ഞാൻ ഒരുപാട് ശ്രേയം സാറിനോടൊക്കെ നേരിട്ട് സംസാരിച്ചിട്ടൊക്കെ എനിക്ക് 1 വർഷത്തെ ലീവ് തന്നു. അങ്ങനെയാണ്. അപ്പം എൻ്റെ ഹസ്ബൻഡും പറഞ്ഞു, ജോലി വിട്ടിട്ട് റിസൈൻ ചെയ്തിട്ട് പോകണ്ട, ലീവ് കിട്ടുകയാണെങ്കിൽ പൊയ്ക്കോളൂ എന്നുള്ളതായിരുന്നു. അപ്പോൾ അങ്ങനെ തുടങ്ങിയതാണ്. അത് ഫസ്റ്റ് തുടങ്ങിയ ഒരു കുറച്ച് നാൾക്കുള്ളിൽ തന്നെ അത് ടോപ്പ് റേറ്റിങ്ങിലേക്ക് വന്നു. സീരിയൽ, അതായത് ചാനലിൽ തന്നെ ഏറ്റവും ടോപ്പ് റേറ്റിങ്ങിലേക്ക് വന്ന സീരിയലാണത്. 1 വർഷമായി. 2ാമത്തെ വർഷം വീണ്ടും ഞാൻ ലീവ് അപ്ലൈ ചെയ്തു, മാതൃഭൂമി ലീവ് തന്നു. 3ാമത്തെ വർഷമായപ്പോൾ ഞാൻ പറഞ്ഞ റിസൈൻ ചെയ്യാം. കാരണം എൻ്റെ സ്ഥാനത്തേക്ക് ഇങ്ങനെ ഡെപ്യൂട്ടേഷനിൽ ഇങ്ങനെ ആൾക്കാർ വന്നുകൊണ്ടിരിക്കുകയാണ് എൻ്റെ സീറ്റിലേക്ക്. അങ്ങനെ നീണ്ട് 5.5 വർഷമായപ്പോൾ ഞങ്ങൾ എല്ലാവരും ഒരുപോലെ ആവശ്യപ്പെട്ടു, നമുക്കിത് പതുക്കെ നിർത്താം, കുട്ടികളൊക്കെ വലുതായി. ശരിക്കും അങ്ങനെ ഒരു പുസ്തകത്തിന് സാധ്യതയുണ്ട്. അതിന്റെ അനുഭവങ്ങൾ ഈ 5.5 വർഷത്തെ സീരിയൽ, അത് ഒരു 5.5 വർഷത്തെ സീരിയലിനുള്ള സ്കോപ്പ് ഉണ്ടായിരുന്നു. അതിലെ അനുഭവങ്ങൾ ഒരു പുസ്തകത്തിന് സാധ്യതയുണ്ട് തീർച്ചയായിട്ടും. അപ്പൊ ഇനിയിപ്പോ എന്താണ് അടുത്ത പുസ്തകം ആലോചിക്കുന്നത്? ഈ യാത്രാഭരണം തന്നെ ആയിരിക്കുമോ? ഇല്ല, കാരണം അങ്ങനെയല്ല. അച്ചപ്പൻ കഥകൾ എഴുതിയ ശേഷം ഞാൻ സത്യത്തിൽ ഒരു പുസ്തകം എഴുതണമെന്ന് ചിന്തിച്ചിട്ടില്ലായിരുന്നു. ഒരു എഴുത്തങ്ങനെ സാധിക്കും. അച്ചപ്പൻ കഥകൾ പിന്നെ ഞാൻ പറഞ്ഞ പോലെ ഞാൻ എൻ്റെ അച്ഛൻ്റെ കാര്യങ്ങൾ മറ്റൊരാളോട് സംസാരിക്കുന്ന പോലെ എഴുതിയതാണ്. പക്ഷേ യാത്രാവിവരണം, ഞാൻ പോകുന്ന യാത്രകളെ പറ്റിയിട്ട് ഞാൻ ഫേസ്ബുക്കിൽ ഇങ്ങനെ ചെറിയ ചെറിയ ലേഖനങ്ങൾ പോലെ എഴുതി പോസ്റ്റ് ചെയ്യാറുണ്ട്. അപ്പോൾ അത് കണ്ടിട്ടാണ് ഇവിടുന്ന് വിളിച്ച് ചോദിച്ചത്. അപ്പം ഞാൻ അന്നത്തെ ഒരു വിളിച്ച് ചോദിച്ച് DC-യിലൊരു പുസ്തകം ഞാൻ പ്രകാശനം ചെയ്യപ്പെടുക എന്ന് പറയുന്ന വലിയൊരു കാര്യമല്ലേ. അപ്പം DC-ന്ന് വിളിച്ചപ്പോൾ ഞാൻ ധൈര്യം പിന്നെന്താ എഴുതാം എന്ന് പറഞ്ഞു. അപ്പോഴും എനിക്കറിയില്ല എങ്ങനെ എഴുതുക, എന്താ എഴുതുക എന്നുള്ളത്. അപ്പോൾ അതുകൊണ്ട് തന്നെ അത് സംഭവിച്ചു.
ഇനിയൊരു പുസ്തകത്തെ പറ്റി ഇപ്പം തൽക്കാലത്തേക്ക് ചിന്തിക്കുന്നില്ല. ഇതിപ്പം വളരെ പെട്ടെന്ന് ചെയ്തതുകൊണ്ട് തന്നെ എനിക്ക് പോയ പല യാത്രകളെക്കുറിച്ചും ഇതിനകത്ത് ഇൻക്ലൂഡ് ചെയ്യാൻ പറ്റിയിട്ടില്ല. അപ്പോൾ അടുത്ത എഡിഷൻസിലേക്ക് കുറച്ചുകൂടെ ചാപ്റ്റേഴ്സ് ഇതിലേക്ക് തന്നെ ആഡ് ചെയ്യണം എന്നുണ്ട്. ഒപ്പം തന്നെ അച്ചപ്പൻ കഥകൾ, അതും DC കൂടെയാണ് ഇനി പബ്ലിഷ് ചെയ്യാൻ പോകുന്നത്. അപ്പോൾ അതിൻ്റെയും വർക്കുകൾ നടന്നുകൊണ്ടിരിക്കണം. അപ്പം ഇപ്പം അത് തന്നെയാണ്. സുരേഷിൻ്റെ കാര്യത്തിലും സുരേഷ് പുസ്തകങ്ങൾ എഴുതിയിട്ടുണ്ട്. അത് ഈ പറഞ്ഞ പോലെ നമ്മൾ ഇതുവരെ കണ്ടുവന്നതല്ലാതെ എന്തെങ്കിലും പുതിയ രീതിയിലുള്ള പുസ്തകങ്ങൾ അല്ലെങ്കിൽ എന്തെങ്കിലും പുതിയ വിഷയങ്ങളുമായിട്ട് എഴുത്ത് സാധ്യതയുണ്ടോ ഇനി? തീർച്ചയായിട്ടും. ഇതുവരെ ഇപ്പം 3 പുസ്തകങ്ങൾ. ആദ്യത്തെ എൻ്റെ ഒരു ഓട്ടോബയോഗ്രഫി ആയിട്ട് മനോരമയാണ് ചെയ്തത്. രണ്ടാമത്തെ DC ആയിട്ട് ഒരു റെസിപ്പി, ഒരു ഇംഗ്ലീഷിലും മലയാളത്തിലും. അതൊന്ന് തേങ്ങാ മാങ്ങാന്നാണ്. പിന്നെ മറ്റേ വീട്ടുരുചികൾ എന്ന നിലയിൽ അതിൻ്റെ സെക്കൻഡ് പതിപ്പ് എത്തിക്കഴിഞ്ഞു. അപ്പം അത് 3 പുസ്തകങ്ങൾ ശരിക്കും ചെയ്തു. അത് 3 പുസ്തകങ്ങളാണ് ഇപ്പോൾ ചെയ്തത്. അതിനുശേഷം ഇനി വീണ്ടും 1-2 പുസ്തകങ്ങൾ റെസിപ്പി അല്ലെങ്കിൽ ഒരു വെജിറ്റേറിയൻ ഭക്ഷണത്തിന് നമ്മുടെ കേരളത്തിലെ അങ്ങനെ ഒരു സംഭവം ചെയ്യാനുള്ള ഒരു പരിപാടിയുണ്ട്. അതുപോലെ നമ്മളൊരു ഷെഫിനെ സംബന്ധിച്ച് ഇപ്പോൾ എൻ്റെ ഒരു അറിവ് ശരിയാണെങ്കിൽ ഈ ഷെഫുമാരുടെ ഓസ്കാർ എന്നൊക്കെ വിളിക്കുന്ന മിഷലിൻ സ്റ്റാർ എന്നൊക്കെ പറയുന്ന അംഗീകാരങ്ങളുണ്ടല്ലോ. അപ്പോൾ സുരേഷ് ഞങ്ങളെല്ലാവരും അംഗീകരിച്ചു, തീർച്ചയായിട്ടും മലയാളികളെല്ലാവരും സുരേഷിനെ അംഗീകരിച്ചെങ്കിലും അത്തരത്തിലുള്ള ഔദ്യോഗികമായ അംഗീകാരങ്ങൾ ആഗ്രഹമില്ലേ? തീർച്ചയായിട്ടും എല്ലാ ഷെഫുമാർക്കും ആഗ്രഹമുണ്ട്. ഇപ്പോൾ ഇന്ത്യയിൽ നിലവിൽ ആ ഒരു മിഷലിൻ സ്റ്റാർ എന്ന് പറഞ്ഞ ഒരു ഫെസിലിറ്റി വന്നിട്ടില്ല. ഒരുപക്ഷെ അത് വന്നേക്കാം. അത് വലിയ പ്രയാസം. ഇപ്പം നിലവിൽ അത് നമ്മുടെ ഏറ്റവും നിയർ ബൈ ആയിട്ടുള്ളത് ദുബായിലാണ് ഇപ്പോൾ എത്തിയത്, അല്ലെങ്കിൽ യൂറോപ്യൻ കൺട്രിയിലാണ്. അത് നമ്മൾ എല്ലാ ഷെഫുമാരുടെ ഒരു ആഗ്രഹമാണ് അങ്ങനെയൊക്കെയുള്ള. എനിക്ക് അങ്ങനെയുള്ള റെസ്റ്റോറൻറ്റിൽ ജോലി ചെയ്യാൻ പറ്റിയെന്നുള്ളത് ഭയങ്കര ഒരു ഭാഗ്യമാണ്. അപ്പം മിഷലിൻ സ്റ്റാർ എന്ന് പറഞ്ഞത് ഒരു ഓസ്കാറിന്, ഒരു സിനിമയ്ക്ക് ഓസ്കാർ കിട്ടുന്ന പോലെയാണ് ഒരു ഭക്ഷണശാലയ്ക്ക് ഈ സ്റ്റാറിൻ്റെ റേറ്റിംഗ് വരിക. അത് ആദ്യം 1 സ്റ്റാർ ആണ്, പിന്നീട് അത് കുറച്ചുകൂടെ ഏറ്റവും ക്വാളിറ്റി ഉള്ളതാണ് 2 സ്റ്റാർ. 3 സ്റ്റാർ എന്ന് പറയുന്നത് ഒരു അപൂർവങ്ങളായിട്ടുള്ള വളരെ കുറച്ച് മാത്രം കിട്ടുന്ന റെസ്റ്റോറൻ്റാണ്. അപ്പോൾ നേരത്തെ ഞാൻ പറഞ്ഞ അലൻ ഡുക്കൈസ് എന്ന് പറഞ്ഞ റെസ്റ്റോറൻറ്റ് 3 മിഷലിൻ സ്റ്റാർ ആണ്. അത് ഗോർഡൻ റാംസൊക്കെ ഉണ്ട്. അങ്ങനെ കുറേ ഇന്ത്യൻ റെസ്റ്റോറൻറ്റ്സിന് മിഷലിൻ സ്റ്റാർ ഉള്ള, ഇപ്പോൾ ലണ്ടനിൽ തന്നെ 8ഓളം റെസ്റ്റോറൻറ്റ്സിന് 1 മിഷലിൻ സ്റ്റാർ ഉണ്ട്. അപ്പോൾ 2 മിഷലിൻ സ്റ്റാർ ലെവലിലേക്ക് പോലും ഇന്ത്യൻ ക്യൂസിന് എത്തിയിട്ടില്ല. അപ്പോൾ തന്നെ അറിയാമല്ലോ അതിൻ്റെ ഒരു ലെവൽ ഓഫ് എങ്ങനെയാണത് കിട്ടുക. ഒരു റെസ്റ്റോറൻറ്റിന് ഒരു സ്റ്റാർ കിട്ടുക എന്നൊക്കെ പറയുന്നത് ഒരു വർഷക്കാലം 20ഓളം മിഷലിൻ ഓഡിറ്റേഴ്സ്, മിസ്റ്ററി ഡൈനേഴ്സായിട്ട് മൾട്ടിപ്പിൾ ടൈം അവരവിടെ ഭക്ഷണം കഴിക്കാൻ വരുന്നു. പലതരം കൺസിസ്റ്റൻസി ഫുഡ് എങ്ങനെയാണ് കൊടുക്കുന്നു, സർവീസ് എങ്ങനെയാണ്, നെക്സ്റ്റ് ടേബിൾ എങ്ങനെയാണ്, അതിൻ്റെ വാഷ്റൂം എങ്ങനെയാണ്, അതിൻ്റെ ഓവറോൾ ഇതൊക്കെ ആയിട്ട് 20ഓളം ആൾക്കാർ ഒരു വർഷത്തോളം അറിയാണ്ട് വന്ന് റേറ്റ് ചെയ്തതിന് ശേഷമാണ് ഈ ഒരു 1 സ്റ്റാറിലേക്ക് എത്തുക. അപ്പോൾ അത് ഇന്ത്യയിൽ എപ്പോഴെങ്കിലും വന്നാൽ, അല്ല അതിൻ്റെ ഈക്വലൻ്റ് ആയിട്ടുള്ള സംഭവങ്ങൾ വേൾഡ് 50 ബെസ്റ്റ് എന്ന് പറഞ്ഞ ഒരു സംഭവം ഇന്ത്യയിലേക്ക് എത്തിയിട്ടുണ്ട്. അപ്പോൾ അതിലൊക്കെ ഒന്ന് എത്തപ്പെടുക എന്നൊക്കെ ഉള്ളത് എല്ലാവർക്കും ആഗ്രഹമാണ്. അപ്പോൾ അതിന് നല്ല വെറും ഒരു നമ്മുടെ കേരളത്തിലെ ഒരു ഭക്ഷണം ആ ലെവലിലേക്ക് കൊടുക്കാൻ പറ്റും. ആ ഒരു കേരള ക്യൂസിൻ അങ്ങനെ ഒരു സംഭവം നമുക്കിപ്പോൾ ഓൾറെഡി ഒരു കേരള ക്യൂസിൻ്റെ ഒരു 2 മിഷലിൻ സ്റ്റാർ US-ലുള്ളൊരു താജിൻ്റെ ഹോട്ടലിനുണ്ട്. പിന്നെ അങ്ങനെയൊക്കെയുള്ള നമുക്ക് ഇൻസ്പയറിംഗ് ആയിട്ട് ഓൾറെഡി ചെയ്തു വെച്ചവരുണ്ട് നമ്മുടെ മുന്നേ ഉള്ളവർ. അപ്പോൾ അത് ഇന്ത്യയിലേക്കോ അല്ലെങ്കിൽ ഇനി ഒരു പക്ഷേ UK-ലോ യൂറോപ്പിലോ ചെയ്താൽ അതിന് വേണ്ടിയിട്ടൊക്കെ ഉള്ളൊരു ശ്രമം എൻ്റെ ഭാഗത്തുണ്ടാവും. അതെങ്ങനെയെങ്കിലും ഒരെണ്ണം കിട്ടുക എന്നുള്ളൊരു ആഗ്രഹം ഉണ്ടാവും. ഞാനിപ്പോൾ ഈ അടുത്ത കാലത്ത് കോട്ടയത്ത് നിന്ന് കണ്ണൂർ വരെ യാത്ര ചെയ്തപ്പോൾ രാവിലെ ഭക്ഷണം കഴിക്കാൻ പോലും പറ്റാത്ത രീതിയിൽ അടച്ചിട്ടിരിക്കുന്ന ഹോട്ടലുകൾ കണ്ടു. കാരണം അതെല്ലാം വൈകുന്നേരമാണ് അധികം ഓപ്പൺ ആകുന്നത്. എല്ലാം അതിൻ്റെ മുന്നിൽ കുഴിമന്തി, അൽഫാം എന്നൊക്കെ എഴുതിയിട്ടുണ്ട്. അപ്പോൾ കണ്ണൂർ ഒരു അടുത്ത കാലത്ത് ഒരു പുതിയ ഹോസ്പിറ്റൽ തുടങ്ങിയപ്പോൾ അതിൻ്റെ MD എൻ്റെ അടുത്ത് സംസാരിച്ചപ്പോൾ പറഞ്ഞു, കേരളത്തിൽ ധൈര്യമായിട്ട് തുടങ്ങാവുന്ന ബിസിനസ്സാണ് ഹോസ്പിറ്റൽ ബിസിനസ്. കാരണം ഈ കുഴിമന്തിയും അൽഫാമും ഉള്ളിടത്തോളം കാലം നമുക്ക് യാതൊരു ദാരിദ്ര്യം ഉണ്ടായില്ല എന്ന് പറഞ്ഞു. മലയാളികൾ ഈ ഭക്ഷണ രീതികളിൽ നിന്ന് ഇങ്ങനെ മാറുന്നത് എന്തുകൊണ്ടായിരിക്കും? എനിക്ക് തോന്നുന്നത് കേരളം വിട്ടാൽ ഇത്രയധികം ഈ പരമ്പരാഗത ഫുഡിൽ നിന്ന് വ്യതിചലിച്ചവരെ കാണാൻ പറ്റില്ല. പക്ഷേ കേരളത്തിൽ അത് വ്യാപകമാണ്. എന്തായിരിക്കും? അതൊരു ഭയങ്കരമായൊരു യാഥാർത്ഥ്യം. ഇപ്പം ചേട്ടൻ പറഞ്ഞ പോലെ പണ്ട് നമ്മുടെ ഒരു ഭക്ഷണ രീതി എന്ന് പറഞ്ഞാൽ നമുക്ക് നല്ല നാടൻ ചായക്കടകളുണ്ടായിരുന്നു. അതെല്ലാം ഒരു ഭയങ്കര നിർഭാഗ്യവശാൽ എല്ലാം അപ്രത്യക്ഷമായി പോയതാണ്. നമുക്കൊരു ചായ അല്ലെങ്കിൽ ഇഡ്ഡലിയും ചമ്മന്തിയും കിട്ടുന്ന കടകളായിരുന്നു. അല്ലെങ്കിൽ ദോശ ചുട്ടുവെക്കും, അപ്പം ചുട്ടുവെക്കും, മുട്ടക്കറി, ഒരു തണുത്ത ഒരു ഉള്ളിയൊക്കെ ഇട്ടൊരു മസാല, ഒരു ഇളം മധുരത്തോടൊരു മുട്ട റോസ്റ്റ്, അല്ലെങ്കിൽ അപ്പമൊക്കെ അങ്ങനെയുള്ള കടകൾ മൊത്തത്തിൽ അങ്ങ് അപ്രത്യക്ഷമായി പോയി. കാരണം അവർക്ക് നിലനിൽപ്പിക്കാൻ പറ്റാത്ത രീതിയിലുള്ള നമ്മുടെ തന്നെയാണ് അതിൻ്റെ ഒരു ഉത്തരവാദിത്വം. നമ്മളവരെ ഒരു ലോക്കൽ നെയ്ബർഹുഡ് റെസ്റ്റോറൻറ്റിനെ സപ്പോർട്ട് ചെയ്യാത്ത കാരണം പഴയ ചായക്കട ഈ നാണയത്തൊട്ടിട്ട് വെള്ളം തിളയ്ക്കുന്നതാണ്. അറിയാലോ, വെള്ളത്തിൻ്റെ തിളനില അറിയാൻ വേണ്ടിയിട്ട് എപ്പോഴും ആ ചായക്കടയിൽ നമ്മൾ നോക്കുമ്പോൾ ആ ഒരു വെള്ളം തിളയ്ക്കുന്നതിനകത്ത് ഒരു ചെറിയ ശബ്ദം കേൾക്കും. ആ ഒരു വെള്ളം തിളച്ചു എന്ന് ഉറപ്പ് വരുത്തിയിട്ടാണ് അന്ന് അവർ ആ ചായ ഒഴിക്കുന്നത്, ആ നാണയത്തൊട്ടിൻ്റെ. അപ്പം അങ്ങനെയൊക്കെയുള്ള കടകൾ നഷ്ടപ്പെട്ടിട്ട് പോവുകയും പുതിയ നമ്മുടെ ഒരു പ്രവാസ ജീവിതം ലാസ്റ്റ് 30 ഇയേഴ്സ് കൊണ്ടോ അല്ലെ 40 ഇയേഴ്സ് കൊണ്ടോ കേരളത്തിൽ ഒരു പ്രവാസ ജീവിതത്തിലുള്ള ഒരു ഇൻഫ്ലുവൻസ് അവരൊരു 30 വർഷക്കാലത്തോളം
പ്രത്യേകിച്ച് മിഡിൽ ഈസ്റ്റ് ഗൾഫ് കൺട്രികളിൽ ജോലി ചെയ്ത് അവിടുത്തെ ഭക്ഷണം അവരുടെ ഒരു നോർമൽ ആവുകയും അവർ തിരിച്ചു വരികയും അല്ലെങ്കിൽ അവരുടെ ഒരു സെക്കൻഡ് ജനറേഷൻ അല്ലെങ്കിൽ തേർഡ് ജനറേഷൻ തിരിച്ചു വരുമ്പോൾ ഓട്ടോമാറ്റിക്കലി ആ ഒരു ഭക്ഷണം ഒരു കോമൺ ആയിട്ട് വരും. അപ്പോൾ അതിൻ്റെ ഒരു ഇൻഫ്ലുവൻസിൽ കേരളത്തിൽ ആ ഭക്ഷണ രീതിയിൽ വലിയ രീതിയിലൊരു മാറ്റം വരികയും യങ്ങർ ജനറേഷൻ നേരത്തെ പറഞ്ഞ പോലെ 1500 എപ്പിസോഡ് എന്തുകൊണ്ട് വന്നതെന്നുള്ളത് ആളുകൾക്ക് ഇഷ്ടമുണ്ടായിട്ടാണ്. ഇപ്പോഴത്തെ ഒരു നമ്മുടെ ഒരു തലമുറയ്ക്ക് ഇതാണ് ഇഷ്ടമെങ്കിൽ ഓട്ടോമാറ്റിക്കലി മന്തിയും അല്ലെങ്കിൽ എന്തൊക്കെയാണോ വരിക, അല്ലെങ്കിൽ ഒരു 10 വർഷം കഴിയുമ്പോൾ കുറച്ച് ഈ കേരളത്തിൽ നിന്നുള്ളൊരു കുടിയേറ്റം ജപ്പാനിലേക്കൊക്കെ മാറി, അല്ലെങ്കിൽ ജപ്പാനിൽ കുറേ വർഷം ആയി കഴിഞ്ഞാൽ ഓട്ടോമാറ്റിക്കലി ഇവിടുത്തെ കടലുണ്ടിയിൽ അല്ലെങ്കിൽ കുറ്റിച്ചിറയിൽ ബിരിയാണിക്ക് പകരം ഷൂഷി ഉണ്ടാക്കി വെക്കും. അത് ആളുകളുടെ ഡിമാൻഡ് അനുസരിച്ചിട്ട് മാറുന്നതാണ്, മാർക്കറ്റിൻ്റെ ഡിമാൻഡ് അനുസരിച്ച്. പക്ഷേ ഒരു സമൂഹം എന്ന നിലയിൽ നമ്മുടെ പൈതൃകമായിട്ടുള്ള ഭക്ഷണത്തിന് കളഞ്ഞിട്ടുള്ളൊരു സപ്പോർട്ട് ചെയ്യുന്നത് അല്ലെങ്കിൽ അപ്രത്യക്ഷമാകുന്ന ഈ പറഞ്ഞ പോലെ പഴയ ഒരു ചായക്കടയിൽ അല്ലെ നിങ്ങൾ പോയിരുന്നൊരു വർത്തമാനമൊക്കെ പറഞ്ഞൊരു പത്രമൊക്കെ വായിച്ച് നല്ല ഒരു അടിച്ച ചായയും കുടിച്ച് അല്ലെങ്കിൽ ഒരു ഉണ്ണിയപ്പോ പഴംപൊരിയോ കഴിക്കുന്ന ആ കടകളൊക്കെ അപ്രത്യക്ഷമാവുകയും പുതിയ പുതിയ ലോകത്തില്ലാത്ത തരം എല്ലാം ലോകം ചെറുതായി കൊണ്ട് ലോകത്തെ എല്ലാ ഭക്ഷണങ്ങളും വരുന്നതുകൊണ്ട് അപ്പം തീർച്ചയായിട്ടും എത്രയൊക്കെ ഭക്ഷണം കഴിച്ചാലും നമ്മളുടെ ഒരു പൈതൃകത്തിലുണ്ടായ അല്ലെങ്കിൽ കേരളത്തിൻ്റെ മാത്രം തനതായിട്ടുള്ള കുറേ സംഭവങ്ങളുടെ കൈവിട്ട് കളയാൻ പാടില്ല എന്നതാണ് എൻ്റെ ഒരു ഏറ്റവും വലിയൊരു. ഈ കുഴിമന്തിയുടെ കാര്യം പറഞ്ഞപ്പോൾ ഞാൻ എൻ്റെ സ്ഥാപനത്തിൽ കുറച്ച് നോർത്ത് ഇന്ത്യൻസ് ഉണ്ട്. അപ്പം ഞങ്ങളെല്ലാവർക്കും കൂടെ അവർ ഈ കുഴിമന്തി കഴിച്ചിട്ടില്ല. അപ്പം ഇവിടെ നോർത്ത് ഈസ്റ്റിൽ നിന്നൊക്കെ വന്നവരുണ്ട്. മോളുടെ ബർത്ത്ഡേയുടെ അന്നാന്ന് തോന്നുന്നു ഞാൻ എല്ലാവർക്കും മന്തി വാങ്ങിച്ച് കൊടുത്തു. കാരണം ഇവർക്ക് അധികം സ്പൈസി ഫുഡ് ഇഷ്ടമല്ലല്ലോ, മന്തിയിൽ അധികം സ്പൈസി ഇല്ല. അപ്പോൾ അങ്ങനെ വാങ്ങിച്ചു കൊടുത്തു, അവർ കഴിച്ചു, ഇഷ്ടപ്പെട്ടു. അപ്പോൾ കഴിഞ്ഞ ദിവസം ഞാൻ ഇവരിങ്ങനെ സാധാരണ ഫുഡ് കഴിക്കുന്ന സമയമായിട്ടും പോകുന്നില്ല. അപ്പം ഞാൻ ചോദിച്ചു കഴിക്കുന്നില്ലെന്ന് ചോദിച്ചപ്പോൾ നൈ മാം ഓർഡർ ചെയ്യാ. ഞാൻ ചോദിച്ചു ക്യാ ഓർഡർ ചെയ്യാം, മന്തി ഓർഡർ ചെയ്യാന്ന്. അപ്പോൾ അവരെ വരെ സിക്കിംകാരാണ് അവർ വരെ മന്തിക്ക് വേണ്ടി വെയിറ്റ് ചെയ്തിരിക്കുകയാണ് ഓർഡർ ചെയ്തിട്ട്. ഞാൻ പറഞ്ഞതൊക്കെ തിരിച്ചെടുത്തിരിക്കുന്നു. തീർച്ചയായിട്ടും ആ ഒരു പോയിന്റിൽ എനിക്ക് ആഡ് ചെയ്യേണ്ടത് നമ്മൾ എന്താണ് നമുക്ക് കഴിക്കേണ്ടത്, അല്ലെങ്കിൽ നമുക്ക് ഇത്രയും മാത്രം നേരത്തെ പറഞ്ഞാൽ ഹോസ്പിറ്റൽ എന്തുമാത്രം കൂടി, എന്തുമാത്രം നമ്മൾ കഴിക്കുന്ന ഭക്ഷണം കൊണ്ടാണ് നമുക്ക് ഈ ഒരു മെജോറിറ്റി ആയിട്ടുള്ള ലൈഫ് സ്റ്റൈൽ ഡിസീസുകളെല്ലാം വന്നെന്ന് അറിയാം. അപ്പോൾ ഓരോ വ്യക്തികളുടെയും അപ്പോൾ മാർക്കറ്റ് ആവശ്യപ്പെടുന്ന സംഭവം ഓട്ടോമാറ്റിക്കലി മാർക്കറ്റിലേക്ക് എത്തും. പക്ഷെ അവിടെയാണ് ഒരു ഇൻഡിവിജ്വൽ വ്യക്തിയും തിരിച്ചറിയേണ്ടത് നമ്മൾ ഈ കഴിക്കുന്നതൊക്കെ നമുക്ക് വേണ്ടത് തന്നെയാണോ, അല്ലെങ്കിൽ നമ്മൾ കഴിക്കുന്ന അളവിൽ കൂടുതലാണോ കഴിക്കുന്നത്, അല്ലെങ്കിൽ ഇത്രമാത്രം സംഭവങ്ങൾ നമ്മുടെ ശരീരത്തിന് ആവശ്യമില്ലാത്ത, അല്ലെങ്കിൽ നമ്മുടെ ഒരു വ്യക്തി ഇപ്പോൾ ഒരു ഒറ്റ ഒരു ഉദാഹരണം, നമുക്ക് തേങ്ങ എന്തുമാത്രം ഇഷ്ടമാണ്. ഒരു മലയാളി ആയതുകൊണ്ട് മാത്രമല്ല, കേരളത്തിൽ ജനിച്ചു വളർന്ന് ഇവിടുത്തെ ജീവിത സാഹചര്യത്തിൽ ഇവിടെ തെങ്ങ് നമ്മളുടെ ഏറ്റവും വലിയൊരു സംഭവമാവുകയും വെളിച്ചെണ്ണയും തേങ്ങയും നമുക്ക് നമ്മുടെ ബോഡിയും ജീനും ഒക്കെ ആയിട്ട് ലയിച്ചു ചേർന്നതാണ്. ഇതൊരു പക്ഷേ ഇന്ന് ഒരു മൈഗ്രേറ്റ് ആയിട്ട് ഒരു മെക്സിക്കോയിൽ ഒരു ഫാമിലി ഒരു 20 ഇയേഴ്സ് മുമ്പ് പോയിട്ട് അവിടെ ഒരു മലയാളി കുട്ടി ജനിക്കുന്നു, മലയാളം അറിയായിരിക്കാം, അയാൾ ഒരു 30 വർഷം അവിടെ ജീവിച്ചാൽ അയാൾക്ക് ഒരിക്കലും ആ തേങ്ങ ഇഷ്ടപ്പെടണമെന്നില്ല. അത് നമ്മുടെ അതാണ് എൻ്റെ ഒരു സത്യം. ഞാൻ ഒത്തിരി രാജ്യത്തൊക്കെ പോകുമ്പോൾ ഓരോ സ്ഥലത്തെ കുട്ടികൾ കാണുമ്പോൾ നമ്മുടെ ഈ ഒരു നൊസ്റ്റാൾജി ഒന്നും അവർക്കില്ല. കാരണം അവിടുത്തെ ലോക്കൽ ഫുഡുമായിട്ടാണ് അവർ വരിക. അപ്പം നമുക്ക് നമ്മുടെ ലോക്കൽ ഫുഡ് എന്തുകൊണ്ടാണ് ഈ ഒരു ഭക്ഷണം വേണ്ട നിലനിൽക്കുക എന്നുള്ളത്. അപ്പോൾ അത് തീർച്ചയായിട്ടും ഓരോ വ്യക്തിയുടെയും ഉത്തരവാദിത്വമാണ് അവരവരുടെ ആരോഗ്യം സുരക്ഷിതമായിട്ട് നോക്കുക എന്നുള്ളത്. 12 മിനിറ്റ് ഞാൻ ഓഡിയൻസിന് ഇല്ലേ. എന്നാൽ അതിന് മുമ്പ് ഒരു കാര്യം കൂടെ ചോദിച്ച് പുസ്തകപ്രകാശനം അതിന് മുമ്പ് ഒരു കാര്യം ചോദിക്കട്ടെ. നമ്മൾ വന്ന വഴി മറക്കാൻ പാടില്ലോ, യൂട്യൂബാണല്ലോ നമ്മുടെ ഏരിയ. അപ്പം ഗായത്രിയുടെ കാര്യത്തിലാണെങ്കിൽ ഇപ്പോൾ 8 ലക്ഷത്തോളം പേരുണ്ട് യൂട്യൂബിൽ. ഞാനിപ്പോൾ ഇങ്ങോട്ട് വന്നപ്പോൾ ശ്രദ്ധിച്ച മറ്റൊരു കാര്യം, അവിടെ വെച്ചൊരു പെൺകുട്ടി ഗായത്രിയുടെ അടുത്ത് വന്നിട്ട് പറഞ്ഞു വലിയ ഫാനാണ് കേട്ടോ മോളുടെ എന്ന് പറഞ്ഞു, അല്ലേ? അപ്പൊ ഈ അല്ലേ അത് കേട്ടില്ലേ? അതെ, എന്നോട് വന്നിട്ട് കല്ലൂൻ്റെ അമ്മയല്ലേ എന്ന് ചോദിക്കും. ചില പിള്ളേർ ഈ പരസ്പരമൊക്കെ കഴിഞ്ഞിട്ട് കുറെ വർഷമായല്ലോ, അപ്പം ചെറിയ കുട്ടികളൊന്നും അത് കണ്ടിട്ടില്ല. അപ്പൊ എന്നോട് വന്നിട്ട് പറയും യൂട്യൂബർ അല്ലേ, കല്ലൂൻ്റെ അമ്മയല്ലേ? അതെ. അതൊരു വലിയ ഞാനിപ്പോൾ അതിലൂടെ കടന്നു പോകുന്നതുകൊണ്ട് എനിക്ക് മനസ്സിലാകും. ഞാൻ 15 വർഷത്തോളം ചാനലിൽ പ്രോഗ്രാം ചെയ്തെങ്കിലും അതിനേക്കാൾ കൂടുതൽ ആൾക്കാർ നമ്മളെ സ്നേഹിക്കുന്നതും തിരിച്ചറിയുന്ന യൂട്യൂബ് വന്നപ്പോഴാണ്. അത് അനുഭവിക്കുന്നുണ്ടോ, അത് മനസ്സിലാക്കുന്നുണ്ടോ? തീർച്ചയായിട്ടും. കാരണം ഈ പറഞ്ഞ പോലെ പരസ്പരം കണ്ടിരുന്ന ഒരു ജനറേഷൻ ഉണ്ടല്ലോ, അത് ആ കുട്ടികളൊക്കെ വലുതായി. അപ്പം ഇപ്പോഴത്തെ ഈ യങ്ങർ ജനറേഷൻ എനിക്ക് തോന്നുന്നു ചാനൽ TV കാണുന്നതിനേക്കാൾ കൂടുതൽ അവർ യൂട്യൂബ് ഷോർട്സ് ഇങ്ങനെ കണ്ടുകൊണ്ടിരിക്കുന്ന ഒരു ജനറേഷനാണ്. അപ്പം അവർക്ക് നമ്മൾ യൂട്യൂബ് ചാനൽ യൂട്യൂബറാണ്, അപ്പം അവർക്ക് അങ്ങനെ നമ്മളെ അറിയുള്ളൂ. പക്ഷെ എനിക്ക് തോന്നിയിട്ടുള്ളത് നമ്മളെപ്പോഴും ഇങ്ങനെ എന്താ പരിചിതരാണ് അവർക്ക് എപ്പോഴും. നമ്മളിങ്ങനെ അപ്ഡേറ്റഡ് ആയിക്കൊണ്ടിരിക്കുകയാണ്. ഇപ്പം ഏത് ജനറേഷൻ കഴിഞ്ഞാലും ഇങ്ങനെ യൂട്യൂബിൻ്റെ കാലം ഉള്ളിടത്തോളം
ശരിയാ. അപ്പൊ അതിങ്ങനെ ആൾക്കാർ അപ്ഡേറ്റഡ് ആയിക്കൊണ്ടിരിക്കും, ആൾക്കാർ നമ്മളെ അറിഞ്ഞുകൊണ്ടിരിക്കും. ഞാനും അങ്ങനെ വിചാരിച്ചിട്ടുണ്ട്. എന്നെ കാണുമ്പോൾ പുതിയ തലമുറയിലെ ആൾക്കാർ ആ യൂട്യൂബർ ബൈജു പോകുന്നു. അപ്പോൾ ഞാൻ ഇത്രയും കാലം ചെയ്തതെല്ലാം പോയി, അവസാന ഭാഗത്തെ യൂട്യൂബേ ഉള്ളൂ. എൻ്റെ സഹോദരൻ, ഞാൻ പറഞ്ഞു അത്, എൻ്റെ സഹോദരൻ പറഞ്ഞു, ബൈചേട്ടൻ പറയാറുണ്ട് എന്നെ വന്നിട്ട് ഒരു എഴുത്തുകാരനല്ലേ എന്ന് ചോദിക്കുന്നതാണ് എനിക്ക് കുറച്ചുകൂടെ ഇഷ്ടം, അല്ലെങ്കിൽ അങ്ങനെ കണ്ടിട്ടുണ്ട്. ഇതുകൊണ്ട് തള്ളി പറയാൻ പറ്റില്ല. അതെ അതെ, തീർച്ചയായിട്ടും ഇല്ല. അപ്പോൾ എന്തായാലും നമുക്ക് ഇനി പുസ്തക പ്രകാശനത്തിലേക്ക് കിടക്കാം അല്ലേ? തീർച്ചയായിട്ടും. എവിടെ? അപ്പോൾ അതിനുശേഷം സദസ്സിലുള്ളവർക്ക് ചോദ്യങ്ങൾ ചോദിക്കാനുള്ള സമയമാണ്. ആദ്യം നമുക്ക് പുസ്തക പ്രകാശനം നടത്താം. അടുത്തതായി ഈ വേദിയിൽ ഗായത്രി അരുൺ രചിച്ച യാത്രയ്ക്കപ്പുറം എന്ന പുസ്തകത്തിൻ്റെ പ്രകാശനമാണ്. പുസ്തകം പ്രസിദ്ധീകരിക്കാനായി ശ്രീ ഷെഫ് പിള്ളയെയും പുസ്തകം ഏറ്റുവാങ്ങാനായി ശ്രീ ബൈജു എൻ നായരെയും ക്ഷണിക്കുന്നു. അപ്പോൾ ഇനി ഓഡിയൻസിന് ചോദ്യങ്ങൾ ചോദിക്കാനുള്ള അവസരമാണ്. ഞാൻ മോഡറേറ്ററാണ്, ഇവരോടാണ് ചോദിക്കേണ്ടത്. അല്ല, ഇത്രയും നേരം നമ്മുടെ അടുത്താണ് ചോദിച്ചത്. നിങ്ങൾക്ക് ഇനി ചോദ്യം ബൈജു ചേട്ടൻ ബൈചേട്ടനോട് ചോദിക്കാം. ഒരുപാട് യാത്രകൾ 30 years ആയിട്ട് യാത്രകൾ, വണ്ടികൾ, ആളുകളുമായിട്ടുള്ള അനുഭവങ്ങളൊക്കെ വളരെ രസകരമായിട്ട് അത് ഈ അടുത്ത സമയത്താണ് ഞാൻ ഇദ്ദേഹം ഒരു ജേർണലിസ്റ്റ് ആയിരുന്നു എന്ന് അറിഞ്ഞത്. ബാക്കി അതല്ലാതെ ഈ പറഞ്ഞ പോലെ ഓരോ സമയത്ത് യൂട്യൂബർ അല്ലേ മറ്റതല്ലേ എന്ന് പറയാൻ നമുക്ക് ഓരോ അറിവുകളാണ്. അപ്പോൾ ഇദ്ദേഹത്തിൻ്റെ കഥകളൊക്കെ നമ്മൾ കേൾക്കുകയൊക്കെ ചെയ്തതാണ്. അപ്പോൾ അതും നിങ്ങൾക്ക് നമ്മുടെ അടുത്ത് മാത്രമല്ല അദ്ദേഹത്തിനോട് കൂടി ചോദിക്കാവുന്ന ഒരു അവസരമാണ് കേട്ടോ. സുരേഷ് സാറിനോടാണ്. ഓക്കെ, നമസ്കാരം. നമസ്കാരം. അഖിൽ, ചോദിക്കാനുള്ളത്, ഞാനൊരു ഇവന്റ് മാനേജ്മെന്റ് നടത്തുന്ന ആളാണ്. ഫുഡ് കാറ്ററിങ്ങും എല്ലാം കൂടെ കൊണ്ടുപോകുന്നതാണ്. അപ്പോൾ എൻ്റെയൊക്കെ ഒരു ഡ്രീമാണ് ഒരു റെസ്റ്റോറൻറ്റ്, ഒരു കഫേ എല്ലാം സ്റ്റാർട്ട് ചെയ്യുക എന്ന് പറയുന്നത്. അപ്പം നമ്മളെയൊക്കെ സംബന്ധിച്ചിടത്തോളം അതിനുള്ള ക്യാപിറ്റലാണ് കുറവ്. ഇപ്പോൾ സാറിപ്പോൾ പറഞ്ഞു പെട്ടെന്നൊരു യാത്രയിൽ കണ്ട ഒരാളുമായിട്ട് പാർട്ണർഷിപ്പ് എല്ലാം ഉണ്ടായെന്നുള്ള രീതി. അതെ. അപ്പോഴും നമ്മളെ പോലുള്ള എൻ്റർപ്രണേഴ്സിനെ അല്ലെങ്കിൽ പുതുതായി ബിസിനസ് ചെയ്യാനോ അല്ലെങ്കിൽ ഈ മേഖലയിലോട്ട് വരാൻ താല്പര്യമുള്ള അതിയായി ഫ്രണ്ട്സുമായിട്ടൊക്കെ ചേർന്ന് ചെറിയ കഫേസൊക്കെ ഉണ്ട്. അതുപോലെ അതല്ലാതെ നല്ലൊരു രീതിയിലേക്ക് ഒരു റെസ്റ്റോറൻറ്റും കഫേയും പോലുള്ള ഒരു സാധനം സെറ്റ് ചെയ്യണമെന്നാണ് എൻ്റെയൊക്കെ ആഗ്രഹം. അപ്പോൾ അതിന് വേണ്ട ഒരു ഹെൽപ്പ് മീൻസ് എങ്ങനെ നമ്മൾ പുതിയ ആൾക്കാരാണല്ലോ, നമുക്ക് കുറച്ച് കാര്യങ്ങൾ അറിയാം, പക്ഷെ അതിലപ്പുറം അത് എങ്ങനെയൊക്കെ ചെയ്യാൻ പറ്റും, അല്ലെങ്കിൽ ഇത്രയും പരിചയസമ്പന്നമായ സാറിനെ പോലുള്ളവരുടെയൊക്കെ പല സെക്ഷനുകളും യൂട്യൂബിലെ ക്ലാസ് ഷോസ് എല്ലാം നമ്മൾ കാണാറുണ്ട്. പക്ഷേ അതിൽ അപ്പുറം ഇൻവെസ്റ്റേഴ്സിനെയാണ് നമുക്ക് എല്ലാവർക്കും ബുദ്ധിമുട്ട്. അപ്പോൾ അതിലൊക്കെ സാറിൻ്റെ പുതിയ ആൾക്കാരെ എങ്ങനെയെങ്കിലുമൊക്കെ കടത്തിക്കൊണ്ടുവരണം. അങ്ങനെയുള്ള കാര്യത്തിൽ സാറിൻ്റെ ഒരു അഭിപ്രായം അല്ലെങ്കിൽ അതിന് കൊടുക്കുന്ന മുൻഗണന അതൊക്കെ എങ്ങനെയാണ്? തീർച്ചയായിട്ടും നമ്മൾ ഈ പറയുന്ന പോലെ ഒരു ഇൻവെസ്റ്റേഴ്സ് എന്ന് പറയുന്നത് അവർക്കാർക്കും ഫ്രീ ആയിട്ട് കിട്ടിയ പൈസയല്ല ഇത്. ഓക്കെ, ഒരു ഇൻവെസ്റ്റർ ആരും ആയിക്കോട്ടെ, അത് വലിയ 1000 കോടി ഇൻവെസ്റ്റ് ചെയ്യുന്നവരുടെ കഥകൾ നമ്മൾ കേട്ടിട്ടുണ്ട്. ചിലപ്പോൾ 1 ലക്ഷം രൂപ. ഈ പറയുന്ന പണമൊക്കെ അവർ ഹാർഡ് ഏൺ ചെയ്ത മണിയാണ്. അപ്പോൾ ആ ഒരു ഇൻവെസ്റ്റർ ഒരാൾക്കൊരു ഇൻവെസ്റ്റ് ചെയ്യുമ്പം അതിനൊരു റിട്ടേൺ കിട്ടും എന്നൊരു ആഗ്രഹത്തിൽ വരുന്ന ഒരു രീതിയാണ്. അപ്പോൾ ആ ഒരാൾക്ക് ഇപ്പോൾ നിങ്ങൾ ഈ പറഞ്ഞ ഒരു പ്രൊജക്റ്റിലേക്ക് ഒരു ഫണ്ട്, നിങ്ങൾക്കൊരു ആശയമുണ്ട്, നിങ്ങൾക്കൊരു കഫേ നടത്താനുള്ളൊരു ഐഡിയ ഉണ്ട്, അല്ലെങ്കിൽ അത് ചെയ്യാനുള്ളൊരു ആഗ്രഹമുണ്ട്. അപ്പോൾ അതിലേക്ക് വന്നൊരു ഫണ്ടാണ് നമ്മുടെ പ്രശ്നം, അല്ല ഒരു ഇൻവെസ്റ്ററാണ് പ്രശ്നം എന്ന് പറഞ്ഞിട്ട് നിൽക്കുമ്പോൾ ആ ഒരു ഇൻവെസ്റ്റർക്ക് എന്താണ് വേണ്ടത്? അത് നമ്മളുടെ ആ ഒരു ആശയം വെച്ച് മാത്രമായിരിക്കണമെന്നില്ല. അപ്പോൾ ഇപ്പോൾ ഈ പറഞ്ഞ ഒരു യാത്രയിൽ ഒരാൾ വന്ന് കണ്ടത് അയാൾ ഒരുപക്ഷെ നിങ്ങളെ ആയിരുന്നെങ്കിൽ അയാൾ ഒരിക്കലും അത് സംസാരിക്കുക കൂടിയില്ല. അയാൾ
ചിലപ്പോൾ കണ്ട ഓക്കെ ഇവർക്ക് ഒത്തിരി റെസ്റ്റോറൻറ്റ് ഉണ്ടാക്കി ഇതിൻ്റെ അറിയാം എന്ന് കണ്ടിട്ടാണ് ആ ഒരൊറ്റ ഡീലിൽ ബിസിനസ് നടന്നൊക്കെ. അപ്പോൾ നമുക്കൊരു സംഭവത്തിൽ ഒരു ഇൻവെസ്റ്റേഴ്സ് അങ്ങനെ ഒരാളും കൊണ്ടുവന്ന് ലോകത്ത് ഒരാളും, ഇതൊക്കെ വെറുതെ പറയുന്നൊരു കാര്യമാണ്, ആരും വന്ന് കണ്ടിട്ട് ഒരാൾ 1 രൂപ തരില്ല. അപ്പോൾ അത് തരിക എന്നുള്ളത് അവർ വളരെയധികം പഠിച്ച്, അല്ലെങ്കിൽ അതിൻ്റെ ഒരു എന്തെങ്കിലുമൊക്കെ അതിൻ്റെ ഒരു പ്രോബബിലിറ്റി നോക്കി, അല്ലെങ്കിൽ അതിൻ്റെ റിസ്ക് ഒക്കെ നോക്കി, അതിൻ്റെ വരും വരായ്മകൾ എന്തൊക്കെയാണെന്ന് മനസ്സിലാക്കിയിട്ടാണ്. അപ്പോൾ നമ്മളപ്പോൾ അതിന് വേണ്ടിയിട്ട് റെഡി ആവുക, അല്ലെങ്കിൽ നിങ്ങളൊരു ബ്രാൻഡായിട്ട് മാറുക, അല്ലെങ്കിൽ ആ ഒരു ആശയത്തിലേക്ക് നമ്മളതിനെ കൊണ്ടുവരാൻ പറ്റുക. വെറും ഒരു ഐഡിയ, 100 കണക്കിന് ഐഡിയകൾ, 100 മലയാളികളുടെ ഇടയിൽ തന്നെ ഈ ഒരു ഭക്ഷണത്തിനകത്ത് തന്നെ എത്രയോ ഐഡിയകളുള്ള ആൾക്കാരുണ്ട്. അപ്പോൾ അതിനെ എങ്ങനെ കൃത്യമായിട്ട് നമുക്ക് എക്സിക്യൂട്ട് ചെയ്യാൻ പറ്റും, അതിനെങ്ങനെ അത് ഒരു ഇൻവെസ്റ്ററെ കണ്ടാൽ, നിങ്ങളത് പിച്ച് ചെയ്യാൻ പോകുമ്പോൾ അവർക്ക് കണ്ടാൽ അവർ ചോദിക്കുന്ന ഒരു 10 ക്വസ്റ്റ്യന് നമുക്ക് കൃത്യമായിട്ട് ആൻസർ ചെയ്യാനെങ്കിലും പറ്റണം. അപ്പോൾ ആ രീതിയിൽ നിങ്ങളത് ഡെവലപ്പ് ചെയ്യുക, അതിൻ്റെ അനുഭവങ്ങൾ ഉണ്ടാക്കുക, അതിൻ്റെ കുറച്ചുകൂടെ നോളജുകൾ എത്രയും നേടുക. അല്ലെങ്കിൽ ഈ ഒരു റിസ്ക് ഇപ്പോൾ ഒരു 3 മാസം കഴിഞ്ഞാൽ അത് കൂട്ടേണ്ടി വരികയാണ്, അല്ലെങ്കിൽ ഒരു ബിസിനസ് നിങ്ങൾ എക്സ്പെക്ട് ചെയ്യുന്ന നിലയിലേക്ക് താഴുകയാണ്, എന്താണ് നമ്മുടെ ഓപ്ഷൻ എന്നൊരു ഫണ്ട് ചെയ്യുന്ന ഒരു ഇൻവെസ്റ്റർ ചോദിച്ചാൽ നിങ്ങൾക്ക് എന്തായിരിക്കും ഇതിൻ്റെ മറുപടി? അപ്പോൾ അതിൻ്റെ അനുസരിച്ചിട്ടുള്ള ഒരു ലോജിക്കലി ചെയ്യാൻ പറ്റി ആ പ്രൊജക്റ്റുമായിട്ട് പോയാൽ ഡെഫിനറ്റ്ലി ഇൻവെസ്റ്റ് ചെയ്യാൻ താല്പര്യമുള്ള ഒരുപാട് പണം കൊണ്ട് നടക്കുന്ന ആൾക്കാർ ഇവിടെ ഈ നാട്ടിൽ തന്നെ ഉണ്ട്. അപ്പോൾ അവരിലേക്ക് കൃത്യമായിട്ട് എത്തുക എന്നുള്ളതാണ് നിങ്ങൾ ചെയ്യേണ്ടത്. അടുത്ത ചോദ്യം. യെസ്, ദേ അവിടെ ആരുണ്ട്? ബൈജു സാറാണ് ചോദിക്കാനുള്ളത്. സാർ ഇത്രയും യാത്ര ചെയ്തിട്ട് ഒരു നല്ല സംസ്കാരമായിട്ട്, വിദേശത്തെ നല്ല സംസ്കാരമായിട്ട് ജനങ്ങളെ സ്വഭാവം ഒരു കണ്ടു കഴിഞ്ഞാൽ മനസ്സിനൊരു സന്തോഷം കിട്ടുന്ന, കുളിർമ കിട്ടുന്ന ഏത് രാജ്യമാണ് നമുക്ക് സജസ്റ്റ് ചെയ്യാനുള്ളത് യാത്ര ചെയ്യാനൊക്കെ? ഞാൻ പലപ്പോഴും എഴുതിയിട്ടും പറഞ്ഞിട്ടുള്ള കാര്യമാണ്, നമ്മൾ ഈ ദൂരെ എങ്ങും പോകണ്ട, രാമേശ്വരത്തു നിന്ന് 21 കിലോമീറ്റർ ദൂരെയുള്ള ശ്രീലങ്ക പോയാൽ മതി നമ്മൾ എന്താണ് റോഡ് കൾച്ചർ, ഗതാഗത സംസ്കാരം എന്താണെന്ന് മനസ്സിലാക്കാൻ. ഞാൻ ആദ്യമായിട്ട് പോയ വിദേശ രാജ്യം ശ്രീലങ്കയാണ്. അവിടെ വെച്ച് ഞാൻ ആദ്യമായിട്ട് കണ്ട് ഞെട്ടിപ്പോയ കാര്യം, ആൾക്കാർ റോഡ് ക്രോസ് ചെയ്യാൻ നിൽക്കുമ്പോൾ വാഹനം നിർത്തി കൊടുക്കുന്നു എന്നുള്ള, ഞാൻ ജീവിതത്തിൽ കണ്ടിട്ടില്ലാത്തൊരു കാര്യം. ഞാനും ഒക്കെ അതുവരെ ആ ദിവസം വരെ ആരെങ്കിലും റോഡ് ക്രോസ് ചെയ്യാൻ നിന്നാൽ അവൻ എങ്ങനെ റോഡ് ക്രോസ് ചെയ്യാതിരിക്കാം എന്ന് വിചാരിച്ച് ഹോൺ അടിച്ച് അവരെ പേടിപ്പിച്ച് ഓടിക്കുന്ന ആളായിരുന്നെങ്കിൽ അത് 2004 എൻ്റെ ആദ്യത്തെ വിദേശയാത്ര. അടുത്ത 20 വർഷമായിട്ട് ഞാൻ എപ്പോഴും വാഹനം നിർത്തി കൊടുക്കുന്നു. പലരും ക്രോസ് ചെയ്യുന്നില്ല പേടിച്ചിട്ട്, പിന്നെ എന്തിനാണ് നിർത്തി തന്നെന്നുള്ള പേടിയോടുകൂടി ആൾക്കാർ നോക്കുന്നത്. എങ്കിൽ പോലും അതൊരു കൾച്ചറാക്കി മാറ്റാൻ വേണ്ടി ഞാൻ ശ്രമിച്ചിട്ടുണ്ട്. ഇപ്പോൾ പക്ഷേ എനിക്ക് തോന്നുന്നു കൊച്ചിയിൽ ഞാൻ ശ്രദ്ധിക്കാറുണ്ട്, പലപ്പോഴും വാഹനം നിർത്തി സീബ്ര ക്രോസിങ്ങിൽ ആൾക്കാർ ക്രോസ് ചെയ്യുന്നത് കാണുന്നത് ഞാൻ കണ്ടിട്ടുണ്ട്. നമ്മൾ ആ ഒരു സംസ്കാരം ഇല്ലാത്ത രാജ്യങ്ങൾ, ഒന്ന് ഞാൻ പോയിട്ടുള്ള രാജ്യങ്ങൾ പാകിസ്ഥാൻ, അതുപോലെ ബംഗ്ലാദേശ്, പിന്നെ നേപ്പാൾ, നമ്മുടെ മറ്റൊരു അയൽ രാജ്യമായ ഭൂട്ടാനിൽ പോലും ഈ ഒരു സംസ്കാരമുണ്ട്. അപ്പോൾ ഈ റോഡ് കൾച്ചർ എന്ന് പറയുന്നതാണ് തീർച്ചയായിട്ടും നമ്മളെല്ലാവരും കണ്ടുപഠിക്കേണ്ടത് ലോകത്തിൽ എവിടെ പോയാലും. അങ്ങനെ നമ്മൾ പ്രത്യേകിച്ച് ഇപ്പോൾ നമ്മളിവിടെ വലിയ ഹൈവേകൾ വന്നുകൊണ്ടിരിക്കുന്നു, ഒരിക്കലും നമ്മൾ ലൈൻ ട്രാഫിക് എന്താണെന്ന് മനസ്സിലാക്കി വാഹനം ഓടിക്കുന്നില്ല. എത്ര വലിയ റോഡുകൾ വന്നാലും ലൈൻ ട്രാഫിക് നമ്മൾ പഠിച്ചില്ലെങ്കിൽ ഒരു പ്രയോജനവുമില്ല, നമ്മൾ ഇഴഞ്ഞിഴഞ്ഞ് വാഹനങ്ങളുടെ പിന്നാലെ പോവുകയുള്ളൂ. അപ്പോൾ അതുകൊണ്ട് സമയം കിട്ടുമ്പോഴെല്ലാം ഞാൻ പറഞ്ഞു പഠിപ്പിക്കുന്നത്, ഈ റോഡ് കൾച്ചർ പഠിക്കാനെങ്കിലും നിങ്ങളുടെ വിദേശ രാജ്യത്ത് പോകണം. വിദേശ രാജ്യം എന്ന് പറയുമ്പോൾ ഏറ്റവും പാവപ്പെട്ട രാജ്യങ്ങളിൽ പോലും നിങ്ങൾക്ക്, ഇപ്പം ഞാനിപ്പം സൗത്ത് അമേരിക്ക പോയിട്ട് വന്നുള്ളൂ, അവിടുത്തെ രാജ്യങ്ങളൊക്കെ, കൊളംബിയൊക്കെ വളരെ പാവപ്പെട്ട രാജ്യങ്ങളാണ്, അല്ലെങ്കിൽ ടാൻസാനിയ പോലെയുള്ള വളരെ പാവപ്പെട്ട ആഫ്രിക്കൻ രാജ്യങ്ങൾ, എവിടെ പോയാലും പക്ഷേ റോഡിൻ്റെ ഒരു സംസ്കാരം എന്ന് പറയുന്നത് വളരെ പ്രധാനപ്പെട്ട ഒരു കാര്യം എല്ലാവരും കാത്തു സൂക്ഷിക്കുന്നുണ്ട്. ഇവിടെയാണെങ്കിൽ ഓരോ ദിവസവും അത് നശിച്ചുകൊണ്ടിരിക്കുന്ന ഒരു സംസ്കാരമാണ്. ഇപ്പോൾ ഞാൻ അടുത്ത കാലത്ത് നമ്മുടെ ഗതാഗത മന്ത്രിയായിട്ട് സംസാരിച്ചപ്പോൾ അദ്ദേഹവും ഇതേ കാര്യം പങ്കുവച്ചു. അതായത് പുതിയ ഹൈവേകൾ വരുമ്പോൾ ലൈൻ ട്രാഫിക് എങ്ങനെയെങ്കിലും അടിച്ചേൽപ്പിച്ചേ പറ്റൂ, അല്ലെങ്കിൽ ഒരു പ്രയോജനമില്ല. നമ്മൾ കണ്ണൂരിൽ നിന്ന് കോഴിക്കോട് എത്താൻ വീണ്ടും പഴയ പോലെ 24 മണിക്കൂർ എടുക്കുന്ന ഒരു സമയത്തിലേക്ക് പോകും. അപ്പോൾ അതുകൊണ്ട് എല്ലാ രാജ്യങ്ങളിലും ഞാൻ എപ്പോഴും ശ്രദ്ധിക്കുന്നതും അസൂയപ്പെടുന്നതും എന്തെങ്കിലും ഇന്ത്യ അങ്ങനെ ആകണമെന്ന് ആഗ്രഹിക്കുന്നതും ഈ ഒരു റോഡ് സംസ്കാരത്തിൻ്റെ കാര്യത്തിലാണ്. സുരേഷ് സാറോടാണ്. ഈ സഞ്ചാരം പോലുള്ള പരിപാടികൾ കാണുമ്പോഴും അതുപോലെ വിദേശ സിനിമകൾ കാണുമ്പോഴൊക്കെ കാണുന്നൊരു കൾച്ചറാണ് ബീച്ച് സൈഡിലുള്ള കഫ്റ്റീരിയ. പക്ഷെ കേരളത്തിന് തെക്ക് മുതൽ വടക്ക് വരെ നല്ലൊരു ബീച്ച് സൈഡ് ഉണ്ടായിട്ട് എന്തുകൊണ്ടായിരിക്കും കേരളത്തിലൊരു ബീച്ച് കഫ്റ്റീരിയ ഒരു കൾച്ചർ വരാത്തത്? പിന്നെ വേറൊരു ക്വസ്റ്റ്യൻ ബൈജു സാറോടാണ്. കേരളത്തിൽ ഒട്ടുമിക്ക ആളുകളും യാത്ര ചെയ്യുന്നുണ്ട്, പക്ഷേ നമുക്ക് യാത്രാ വിവരണ സാഹിത്യം വളരെ കുറവാണ്. എന്തുകൊണ്ടായിരിക്കും അത് കുറഞ്ഞു പോയത് എന്നുള്ളതൊരു ക്വസ്റ്റ്യൻ. ആദ്യം പറഞ്ഞ ഈ ഒരു ചോദ്യം എപ്പോഴും ബീച്ചിൻ്റെ മാത്രമല്ല, നമുക്കൊരു
സ്ട്രീറ്റ് ഫുഡ് നമുക്ക് ലോകത്ത് മുഴുവൻ ഏതൊരു രാജ്യത്ത് പോയാലും ഒരു സ്ട്രീറ്റ് ഫുഡ്, ഇപ്പോൾ ബൈചേട്ടനൊക്കെ വ്യക്തമായിട്ട് അറിയാം ഓരോ രാജ്യത്ത് പോകുമ്പോഴും അവിടുത്തെ സ്ട്രീറ്റ് ഫുഡ് എങ്ങനെയാണ് സെർവ് ചെയ്യുക. നമുക്കും അതിൻ്റെ ഈക്വലൻ്റായിട്ട് തട്ടുകടകൾ എന്ന നിലയിലുണ്ട്. അപ്പോൾ അതിൻ്റെ ഒരു ഫുൾ പൊട്ടൻഷ്യൽ ഇതുവരെ യൂസ് ചെയ്യാൻ കേരളത്തിന് പറ്റിയിട്ടില്ല എന്നുള്ള കാര്യം അറിയാം. ഒരുപാട് ഗവൺമെൻറ് പ്രൊജക്റ്റുകൾ, ഇപ്പോൾ ഫോർ എക്സാമ്പിൾ ഇപ്പോൾ ആലപ്പുഴ പോലെ അല്ലെങ്കിൽ ഫോർട്ട് കൊച്ചിയിലൊക്കെ ഒരുപാട് വിദേശികൾ വരുന്ന സ്ഥലത്ത് ഒരു കൾച്ചർ ഓഫ് ഡിഫറെൻറ്റ് ഹൈജീനിക്കായിട്ട് ഈ ഭക്ഷണം എങ്ങനെ സെർവ് ചെയ്യാം, അല്ലെങ്കിൽ നമ്മുടെ നാടൻ ഈ വളരെ എക്കോണമിക്കലായിട്ട് ഇങ്ങനെയൊക്കെ ഒരു സ്ട്രീറ്റ് ഫുഡ് ഹബ്ബുകൾ തന്നെ ചെയ്യാൻ പറ്റുമെന്നൊക്കെയുള്ള പല ചർച്ചകളും പല പ്രൊജക്റ്റുകളൊക്കെ വന്നെങ്കിലും ഇതുവരെ അതൊന്നും എക്സിക്യൂട്ട് ചെയ്യാൻ പറ്റുന്ന രീതിയിലുള്ള ഒരു സംഭവം കേരളത്തിൽ ഉണ്ടായിട്ടില്ല. കാരണം ഞാനൊക്കെ ഒത്തിരി സ്ഥലങ്ങളിൽ ജോലി ചെയ്തതും അല്ലെങ്കിൽ മറ്റ് രാജ്യങ്ങളിലൊക്കെ പോകുമ്പോൾ നമ്മൾ കാണുന്ന ഒരു സെൻറ്ററിൽ അതെങ്ങനെയാണ് ഏറ്റവും കൂടുതൽ ഈ ബൈചേട്ടൻ നേരത്തെ പറഞ്ഞു നിങ്ങൾ ദൂരെ എങ്ങും പോകേണ്ട, ഒരു ട്രാഫിക് കൾച്ചർ മനസ്സിലാക്കാൻ ഈവൻ നമ്മുടെ കൊളംബോയിൽ പോയാൽ തന്നെ മനസ്സിലാവും. അതുപോലെ നമ്മളും ദൂരെ എങ്ങും പോകണ്ട, ഈ ഒരു മിഡിൽ ഈസ്റ്റിൽ പോയാൽ തന്നെ മനസ്സിലാവും എങ്ങനെയാണ് അവിടെ ഒരു ഹൈജീനിക്കലി ഏതൊരു സ്ട്രീറ്റ് ഫുഡ് ആയാലും നോർമൽ ഒരു നിങ്ങളൊരു ബർഗർ അല്ലെങ്കിൽ ഒരു സാൻഡ്വിച്ച് അല്ലെങ്കിൽ ഒരു ഹോട്ട് ഡോഗ് വരെ അല്ലെങ്കിൽ ഒരു ഷവർമ കൊടുക്കുന്ന ഒരു കട മുതൽ അവിടുത്തെ പ്രീമിയം 5 സ്റ്റാർ ഹോട്ടലിന് വരെ ഒരൊറ്റ നിലവാരത്തിലാണ്. അതിൻ്റെ ബേസിക് ഹൈജീൻ സ്റ്റാൻഡേർഡിൽ ഇവരിലൊന്നും അതവിടെ ഒരു ഷവർമ ആയിക്കോട്ടെ വഗ്യു ബീഫ് ആയിക്കോട്ടെ, ഇതിന് രണ്ടും സെർവ് ചെയ്യുന്നതിന് ബേസിക് സ്റ്റാൻഡേർഡ് ഒന്നാണ്. തിരിച്ചപ്പോൾ ഇവിടെ നമ്മൾ നോക്കൂ അതിൻ്റെ എങ്ങനെയാണ് നമ്മളുടെ ഒരു രീതിയിൽ. അപ്പോൾ ആ രീതിയിലേക്കുള്ളൊരു വലിയൊരു ചർച്ച വരണം. വളരെ ഹൈജീനിക്കലി ഇത്രയും വലിയ ടൂറിസ്റ്റുകൾ വരുന്ന ടൂറിസം മാത്രം ഏറ്റവും പ്രാധാന്യമുള്ളൊരു സംസ്ഥാനത്തിൽ ഈ ഒരു കേരളത്തിൻ്റെ ഭക്ഷണം, തനതായ ഭക്ഷണം, അത് ഒരു സ്ട്രീറ്റ് ഫുഡ് ലെവലിൽ ബീച്ച് മാത്രമല്ല മൊത്തം സ്ഥലത്ത്, അത് ബീച്ച് എന്ന് പറയുന്നത് അതിൻ്റെ ഒരു വേറൊരു എക്സ്ക്ലൂസീവ് ഓപ്ഷൻ മാത്രമാണ്. കേരളം കാസർഗോഡ് മുതൽ തിരുവനന്തപുരം വരെ ഇതിൻ്റെ ഒരു വലിയൊരു പൊട്ടൻഷ്യലാണ്. ഇത് വലിയൊരു ഓപ്പർച്യൂണിറ്റിയും വലിയൊരു ബിസിനസ് സാധ്യതയും പുതിയ സംരംഭകർക്കൊക്കെ വരാൻ പറ്റുന്ന രീതിയിലേക്ക് ഇതൊരു സർക്കാർ തലത്തിൽ അല്ലെങ്കിൽ പ്രൈവറ്റ് സെക്ടറും സർക്കാരും കൂടെ ചേർന്ന് ഇത് വന്നു കഴിഞ്ഞാൽ ഒരു നല്ലൊരു സ്പേസ് ഉണ്ടാക്കി അവിടെ ഹൈജീനിക്കലി അത് വരികയും അവിടെ ഇതൊക്കെ ലോക്കലായിട്ടുള്ള ജനങ്ങളും അല്ലെങ്കിൽ ടൂറിസ്റ്റായിട്ടുള്ള ആൾക്കാരും അല്ലെങ്കിൽ മറ്റു എല്ലാവർക്കും വന്ന് ഭക്ഷണം കഴിക്കാൻ പറ്റുന്ന രീതിയിൽ വരുമ്പോൾ വലിയൊരു വ്യവസായ സാധ്യതയാണുള്ളത്. തീർച്ചയായിട്ടും അതിനെക്കുറിച്ച് കൂടുതൽ ചർച്ച വരട്ടെ എന്നാണ് ഞാൻ പറയുന്നത്. തീർച്ചയായിട്ടും നമ്മുടെ സമയം കഴിഞ്ഞുവെങ്കിലും ആ ഒരു ചോദ്യത്തിന് ഉത്തരം കൂടി പറഞ്ഞ് അവസാനിപ്പിക്കാൻ തോന്നുന്നു. ഇപ്പം നമ്മൾ ഇവിടെ എന്താ പറയുക, ഒരു ലോഞ്ച് ചെയ്ത പുസ്തകം തന്നെ ഒരു യാത്രാവരണമാണ്. അതുകൊണ്ട് തന്നെ യാത്രാവരണ ശാഖ അങ്ങനെ അന്യം നിന്ന് പോകുന്നില്ല എന്നുള്ളൊരു കാര്യം. മറ്റൊരു കാര്യം, ഞാനിപ്പോൾ അടുത്ത കാലത്ത് ഒരു ആഴ്ചപ്പതിപ്പ്, നമ്മുടെ ഒരു പ്രധാനപ്പെട്ട ആഴ്ചപ്പതിപ്പ് വാങ്ങിക്കാൻ വേണ്ടി എറണാകുളത്ത് പോകാത്ത കടകളില്ല. ഒരു സ്ഥലത്തും ബുക്ക് ഷോപ്പുകൾ ഇപ്പോൾ ഇല്ല. 2 റെയിൽവേ സ്റ്റേഷനിൽ പോയി, 2 സ്ഥലത്ത് ബുക്ക് സ്റ്റോളുകൾ നിന്നുപോയി, പൂട്ടിപ്പോയി. പക്ഷേ അതെനിക്ക് തോന്നുന്നത് ഇത്തരത്തിലുള്ള ഈ മാഗസിൻസിൻ്റെ കാര്യത്തിലാണ്. പക്ഷേ പുസ്തകങ്ങളുടെ കാര്യത്തിൽ ഇപ്പോഴും വിൽപ്പന നന്നായിട്ട് നടക്കുന്നുണ്ട്. എൻ്റെ 13 പുസ്തകങ്ങളുണ്ട് യാത്രാവരണം, എല്ലാത്തിനും 7, 8 എഡിഷനൊക്കെ ആയിട്ടുണ്ട്. അപ്പം തീർച്ചയായിട്ടും യാത്രാവരണത്തിന് വായനക്കാരുണ്ട്. ഞാൻ പലപ്പോഴും DC ബുക്സിൻ്റെയൊക്കെ എല്ലാ ഷോപ്പിലൊക്കെ ചെല്ലുമ്പോൾ അവിടെയുള്ളവർ ചോദിക്കുമ്പോൾ അവർ പറയുന്ന ആത്മകഥ, ജീവചരിത്രം, സക്സസ് സ്റ്റോറി, യാത്ര, ഇതെല്ലാം ഇപ്പോഴും നന്നായിട്ട് പോകുന്നുണ്ടെന്ന് തന്നെയാണ്. പക്ഷേ എനിക്ക് തോന്നിയത് പലപ്പോഴും നമ്മുടെ യാത്രാവിവരണം എന്ന് പറയുന്ന ഒരു പാണ്ഡിത്യ പ്രകടനത്തിനുള്ള ഒരു വേദിയാക്കി പല പുസ്തകങ്ങൾ ഞാൻ വായിക്കുമ്പോൾ എനിക്ക് തോന്നാറുണ്ട്. വളരെ ലളിതമായിട്ട് യാത്ര ചെയ്യുന്ന ആൾക്ക് പ്രയോജനപ്പെടുന്ന രീതിയിലുള്ള പുസ്തകമായിരിക്കണം എന്നാണ് ഞാൻ ആഗ്രഹിക്കുന്നത്. ആ ഒരു ലാളിത്യവും പിന്നെ അത്തരത്തിലുള്ള കാര്യങ്ങളും ഉൾക്കൊള്ളിച്ചുകൊണ്ടുള്ള പുസ്തകങ്ങളാണെങ്കിൽ ഇപ്പോഴും വായിക്കാൻ ആൾക്കാരുണ്ട്. അല്ലെങ്കിൽ ഈ പറഞ്ഞ പോലെ ബുദ്ധിമുട്ടായിരിക്കും വായിക്കാൻ. പക്ഷേ ഞാൻ പറഞ്ഞല്ലോ, ഞാൻ ഗായത്രിയുടെ പുസ്തകം വായിച്ചപ്പോൾ എനിക്ക് അതിൽ ഇഷ്ടപ്പെട്ടത് അത്തരത്തിലുള്ള നിരീക്ഷണങ്ങളും വളരെ ലളിതമായ തമാശകളും ഒക്കെ ഉൾപ്പെടുത്തിയിട്ടുണ്ട്. അപ്പോൾ അതുകൊണ്ട് തന്നെ ആ ഒരു സാഹിത്യശാഖ മോശമായിട്ടൊന്നും അല്ല പൊക്കോണ്ടിരിക്കുന്നതെന്നാണ് എനിക്ക് തോന്നിയിരിക്കുന്നത്. അപ്പോൾ എന്തായാലും നമ്മുടെ സമയം കഴിഞ്ഞിരിക്കുന്നു. എന്തായാലും മോഡറേറ്റർ എന്നുള്ള നിലയിൽ ഞാൻ മോശമായില്ല എന്ന് കരുതുന്നു. വിരുദ്ധ ചേരികളിലുള്ള 2 പേരെയും പറ്റി എനിക്ക് ആഗ്രഹം ഉണ്ടായിരുന്ന കാര്യങ്ങളൊക്കെ തന്നെയാണ് ഞാൻ ചോദിച്ചത്. എല്ലാവർക്കും ഇഷ്ടപ്പെട്ടെന്ന് കരുതുന്നു. അപ്പോൾ നിങ്ങളും ബൈ പറഞ്ഞ് അവസാനിപ്പിക്കാം. ഒരുപാട് സന്തോഷം. താങ്ക് യു ബൈചേട്ടാ, ഞങ്ങളെ 2 പേരെയും തന്നെ വളരെ ഞങ്ങൾക്ക് ഇൻട്രസ്റ്റിംഗ് ആയിട്ടുള്ള കാര്യങ്ങൾ ചോദിക്കാനും പെട്ടെന്ന് തന്നെ പറയാനും അതിലുപരി ഇത്രയും നല്ലൊരു സൗഹൃദമായ ഒരു വേദിയിലിരുന്ന് നിങ്ങളോട് പങ്കുവയ്ക്കാൻ പറ്റിയതിൽ ഭയങ്കര നന്ദി. DC ബുക്സ് ഇങ്ങനെ ഒരു കാര്യം നമുക്കറിയാം. KLF എന്താണ് കേരളത്തിന് വേണ്ടിയിട്ട് ഒരു ഈ ചുരുങ്ങിയ കഴിഞ്ഞ 6-5 വർഷമായിട്ട് ഇതൊരു മഹാമേള, ഇതൊരു ഫസ്റ്റ് ഡേ, ഒരു വീക്ക് ഡേയിൽ ഇത്രയും ആൾക്കാരോടിരുന്ന് നമ്മുടെയൊക്കെ ഒരു സംഭാഷണം കേൾക്കാമെന്ന് പറയുന്ന ഈ ഒരു വേദിയിൽ ഇരിക്കുന്നതിൻ്റെ ഒരു ബ്ലെസ്സിങ് ഉണ്ട്. അപ്പോൾ ഇത് ഓരോ വരും കാലങ്ങളിൽ അത്രയും ഡെവലപ്പ് ആവുന്ന കേരളത്തിൻ്റെ ഒരു ഐഡൻറ്റിറ്റി ലാൻഡ്മാർക്ക് ആവുന്ന ഒരു ലിറ്ററേച്ചർ ഫെസ്റ്റിവലിൻ്റെ ഭാഗമാകാൻ പറ്റുന്നതിലും ഇങ്ങനെയൊരു വേദി നമുക്ക് തന്നതിനും DC ബുക്സിനും രവി സാറിനും അതിൻ്റെ കംപ്ലീറ്റ് ക്രൂവിനും വലിയൊരു നന്ദി പറയാണ്. താങ്ക് യു സോ മച്ച്. അപ്പം വീണ്ടും ഇതുപോലെ അടുത്ത വർഷം, കഴിഞ്ഞ 6 വർഷം തുടർച്ചയായിട്ട് ഞാൻ ഇതിനകത്ത് പല ആൾക്കാരുമായിട്ട് വന്നിട്ടുണ്ട്. ഹോപ്പ്ഫുള്ളി നെക്സ്റ്റ് ഇയറും കാണാം. സന്തോഷം. താങ്ക് യു സോ മച്ച്. എന്നെ സംബന്ധിച്ചിടത്തോളം വളരെ പ്രധാനപ്പെട്ട അല്ലെങ്കിൽ വളരെ വിശേഷപ്പെട്ട ഒരു ദിനമാണ് ഇന്ന്.
പുസ്തകത്തിൻ്റെ പ്രകാശനം നിർവഹിക്കപ്പെട്ടു. അതും നമ്മളെല്ലാവരും വളരെ ആരാധനയോടെ കാണുന്ന ഈ 2 പേരുടെ കൂടെ ഈ വേദി പങ്കിടാൻ പറ്റിയതും ഒരുപാട് സന്തോഷം. നിങ്ങളുടെ കൈകളിലൂടെയാണ് ഈ പുസ്തകം ഇന്ന് പ്രകാശനം ചെയ്യപ്പെട്ടത്. അതിന് സാക്ഷിയായിട്ട് ഒരുപാട് പേര്, എൻ്റെ ആദ്യത്തെ പുസ്തകത്തിൻ്റെ പ്രസാധകനുണ്ട് ജിജോ ബൈ, കുടുംബത്തോടൊപ്പം വയനാട്ടിൽ നിന്ന് വന്നിട്ടുണ്ട്, എൻ്റെ കുടുംബമുണ്ട്, സുഹൃത്തുക്കളുണ്ട്, എല്ലാവരും ഉണ്ട്. ഒപ്പം തന്നെ ഈ നിറഞ്ഞ സദസ്സ്, ഞാനും വിചാരിച്ചിരുന്നത് ഇന്ന് വർക്കിംഗ് ഡേ ആണ്, എത്രത്തോളം ആൾക്കാരുണ്ടാവും. പക്ഷേ ഈ ഒരു നിറഞ്ഞ സദസ്സിൻ്റെ മുന്നിൽ വെച്ച്, നേരത്തെ ബൈച്ചേട്ടൻ പറഞ്ഞല്ലേ, കോഴിക്കോട് എന്ത് പ്രോഗ്രാം നടത്തിയാലും ആളുണ്ടാവും. കാരണം ഭയങ്കര സഹൃദയരായിട്ടുള്ള ആളുകളാണ്. എന്താ പറയുക, ഭയങ്കരമായ മനസ്സിൽ നിന്ന് നന്മയുള്ള സ്നേഹം പ്രകടിപ്പിക്കുന്ന ആളുകളാണ്. അപ്പോൾ നിങ്ങളുടെ മുന്നിൽ വെച്ച് ഇങ്ങനെ എൻ്റെ ഒരു പുസ്തകം പ്രകാശനം ചെയ്യപ്പെട്ടു എന്നുള്ളത് എന്നെ സംബന്ധിച്ചിടത്തോളം വളരെ സന്തോഷമുള്ളൊരു കാര്യമാണ്. DC ബുക്സിനോട് പ്രത്യേകം നന്ദി. താങ്ക് യു.